start ചെയ്യട്ടെ വെയിറ്റ് ചെയ്യട്ടെ അപ്പോൾ സ്റ്റാർട്ട് ചെയ്യാ ഹോസ്റ്റ് ഡേറ്റ് ചെയ്യാ വെയിറ്റ് ചെയ്യാ ചേട്ടൻ അയച്ചു പറഞ്ഞില്ലേ അത് വേറെ വാങ്ങിച്ചിട്ട് കെട്ടിത്തരാന്ന് ബാക്കിയുള്ളവർ വെയിറ്റ് ചെയ്യണോ അത് സ്റ്റാർട്ട് ചെയ്യേ ആള് കുറവാണല്ലോ സ്റ്റാർട്ട് ചെയ്യാം അതാ നല്ലത് ഓക്കെ ഓക്കെ ആരില്ലല്ലോ നാളത്തെ ക്ലാസ് കട്ട് ചെയ്യട്ടോ ആൾക്കാർ നിങ്ങൾക്ക് വേണം വരും പറയുമ്പോ അവൻ പറയും അപ്പൊ എടുക്കാം ഇന്ന് എടുത്തിട്ട് നെക്സ്റ്റ് ക്ലാസ് നമുക്ക് അതായിരിക്കും നല്ലത് തോന്നുന്നു നിങ്ങൾ എക്സാം ഓൾറെഡി പിന്നെ 28 എന്താ പറഞ്ഞേ നോക്കാം ഓക്കെ നോക്കട്ടോ ശ്രദ്ധിക്കട്ടോ നെക്സ്റ്റ് പറയാനുള്ള ഏരിയ ഇന്നലെ പറഞ്ഞ ഏരിയ ടാക്സ് ഇൻവോയ്സ് ആയിരുന്നു ആ ടാക്സ് ഇൻവോയ്സ് ചാപ്റ്ററിൽ ഇനി പറയാനുള്ള പാർട്ടായിരുന്നു ഒരു ഏരിയ UIN യുണീക്ക്
ഐഡന്റിറ്റി നമ്പർ UIN. ഓക്കെ, ശ്രദ്ധിക്കട്ടെ. ഫസ്റ്റ് പറയാം. UIN മീൻ കൺസെപ്റ്റ് പറയാം, വെയിറ്റ് ചെയ്യാം, ശ്രദ്ധിക്കുക. ഫോർ എക്സാമ്പിൾ, ഒരു ഫോറിൻ എംബസി, US എംബസി മീൻ ഫോറിൻ എംബസിയാണ്, US എംബസിയാണ്, US എംബസി. ഒരു ഫോറിൻ എംബസി ഈ ഫോറിൻ എംബസിയെ അല്ലെങ്കിൽ മൾട്ടിലാറ്ററൽ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ, മൾട്ടിലാറ്ററൽ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ മീൻ എക്സാമ്പിൾ IMF, അല്ലെങ്കിൽ UN, യുണൈറ്റഡ് നാഷൻസ് ഓഫ് ഓർഗനൈസേഷൻ. ഈ മൂന്ന് പാർട്ടി, ഒന്നെങ്കിൽ ഫോറിൻ എംബസി, അല്ലെങ്കിൽ UN, യുണൈറ്റഡ് നാഷൻ ഓർഗനൈസേഷൻ, അല്ലെങ്കിൽ മൂന്നാമത് മൾട്ടി ലാറ്ററൽ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ. ഈ മൂന്ന് പാർട്ടി ഇന്ത്യയിൽ സർവീസ് പ്രൊവൈഡ് ചെയ്യുമ്പോൾ GST എക്സംപ്റ്റീവ്. എക്സാമ്പിൾ US എംബസി. ഈ US എംബസി മിസ്റ്റർ എ എന്ന് പറയുന്ന പാർട്ടി വിസ സ്റ്റാമ്പിങ്ങിന് വേണ്ടി 5,000 എമൗണ്ട് US എംബസി കൊടുത്തു. ഈ വിസ സ്റ്റാമ്പിങ്ങിന് വേണ്ടി 5,000 എമൗണ്ട് US എംബസി കൊടുക്കുമ്പോൾ ഫണ്ട് കിട്ടുന്ന ആർക്കാണ്? US എംബസിക്കാണ്. അവരെ പേരാണ് സർവീസ് പ്രൊവൈഡർ. ഇന്നലെ പറഞ്ഞിരുന്നത് ഏത് പാർട്ടിക്കാണോ ഇൻകം കിട്ടുന്നത് അവരെ പേരാണ് നോർമലി സർവീസ് പ്രൊവൈഡർ. അങ്ങനെ സർവീസ് പ്രൊവൈഡർ ഏത് പാർട്ടിയാണ്? സർവീസ് പ്രൊവൈഡർ ആണ് US എംബസി ആണ്. അങ്ങനെ US എംബസി നോർമൽ ചെയ്യുമ്പോൾ US എംബസി നോർമൽ വാല്യൂ ഓഫ് സർവീസ് അവർക്ക് കിട്ടുന്ന സർവീസ് വാല്യൂ ഓഫ് സർവീസ് ഇസ് ഈക്വൽ ടു 5,000. വാല്യൂ ഓഫ് സർവീസ് ആണ് 5,000. നോർമലി ചെയ്യേണ്ടിയിരുന്ന ഈ എമൗണ്ടിനോട് കൂടി GST 18% വാങ്ങണം. നോർമലി 18% GST കളക്ട് ചെയ്യണം, നോർമലി കളക്ട് ചെയ്യണം. പക്ഷെ ഞാൻ ഓൾറെഡി പറഞ്ഞു, ഒരു ഫോറിൻ എംബസി സർവീസ് പ്രൊവൈഡ് ചെയ്യുമ്പോൾ അവർക്ക് കിട്ടുന്ന സർവീസ് വാല്യൂ ആണ് 5,000. ഈ 5,000 രൂപയോട് കൂടി വാങ്ങേണ്ടിയിരുന്ന GST 18% GST മീൻ കറസ്പോണ്ടിങ് വരുന്ന എമൗണ്ട് ആണ് 900. ഈ 900 എമൗണ്ട് എക്സംപ്റ്റ് ചെയ്യാനാല് ആ 5,000 കൂടി GST വാങ്ങണ്ട. ഒൺലി 5,000 GST ഒൺലി കറസ്പോണ്ടിങ് 5,000 എമൗണ്ട് മാത്രം വാങ്ങിയാൽ മതി. അതുകൊണ്ട് ഈ മൂന്ന് പാർട്ടി മീൻ ഒന്ന് US കറസ്പോണ്ടിങ് വരുന്ന ഒന്ന് ഫോറിൻ എംബസി, രണ്ടാമത് മൾട്ടി ലാറ്ററൽ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ, മൂന്നാമത് യുണൈറ്റഡ് നാഷൻസ് ഓഫ് ഓർഗനൈസേഷൻ ആണെങ്കിൽ ഈ മൂന്ന് പാർട്ടി ഇന്ത്യയിൽ ഏതെങ്കിലും സർവീസ് പ്രൊവൈഡ് ചെയ്യുമ്പോൾ ദർ ഇസ് നോ കൺസെപ്റ്റ് ഓഫ് GST. അങ്ങനെ GST കളക്ട് ചെയ്യാത്ത കാരണം കൊണ്ട് അവരെ ഔട്ട്പുട്ട് ടാക്സ് പേബിൾ, കസ്റ്റമറെ കയ്യിൽ നിന്നും വാങ്ങുന്ന ടാക്സ് പേബിൾ, ഔട്ട്പുട്ട് ടാക്സ് പേബിൾ എന്തായിരിക്കും? 0 ആയിരിക്കും. കാരണം അവർ സർവീസ് പ്രൊവൈഡ് ചെയ്യുമ്പോൾ കസ്റ്റമറെ കയ്യിൽ നിന്നും എന്ത് വാങ്ങുന്നില്ല? ടാക്സ് എമൗണ്ട് വാങ്ങുന്നില്ല. അങ്ങനെയാണെങ്കിൽ ഔട്ട്പുട്ട് ടാക്സ് പേബിൾ ആൾവേസ് എന്തായിരിക്കും? നില്ലായിരിക്കും. ഷുവറാണ്. ഗവൺമെന്റിലേക്ക് അടക്കാനുള്ള ടാക്സ് എമൗണ്ട് നില്ലാണ്. ഫസ്റ്റ് പാർട്ടി. ഇനി ഈ മൂന്ന് സെയിം പാർട്ടി അവരെ ഓഫീസ്, എക്സാമ്പിൾ US എംബസി, അവരെ ഓഫീസിലേക്ക് വേണ്ടി AC വാങ്ങി, ഫർണിച്ചർ വാങ്ങി, മറ്റുള്ള ഐറ്റംസ് വാങ്ങുമ്പോൾ ഞാൻ 1 lakhന്റെ AC എമൗണ്ട് 1 lakhന്റെ AC ആണ് വാങ്ങുന്നതെങ്കിൽ ആ 1 lakh എമൗണ്ടിനോട് കൂടി എന്ത് കൊടുക്കേണ്ടി വരും? GST കൊടുക്കേണ്ടി വരും. അങ്ങനെ ഞാൻ 1 lakhന്റെ AC വാങ്ങി, ഞാൻ ഇന്നലെ ഓൾറെഡി പറഞ്ഞിരുന്നു ഗുഡ്സ് വാങ്ങുമ്പോൾ ഇൻവേർഡ് സപ്ലൈ ആണ്. ഗുഡ്സ് വാങ്ങുമ്പോൾ 1 lakhന്റെ ACയോ ഫർണിച്ചറോ വാങ്ങുമ്പോൾ ഞാൻ കൊടുക്കുന്ന ടാക്സ് എമൗണ്ട് ആണ് 10,000. അസ്യൂം ചെയ്യാം. ഈ 10,000 രൂപയുടെ പേരാണ് ITC. അങ്ങനെ ഓൾറെഡി ഗുഡ്സ് വാങ്ങുമ്പോൾ അവരെ പർപ്പസിന് വേണ്ടി ഈ മൂന്ന് പാർട്ടിയും അവരെ പർപ്പസിന് വേണ്ടി
ഗുഡ്സ് വാങ്ങുമ്പോൾ എന്ത് വരുന്ന കറസ്പോണ്ടിങ് ടാക്സ് എമൗണ്ട് കൊടുക്കേണ്ടി വരും, ITC ആണ്. ഈ കൊടുത്ത ടാക്സ് ഗുഡ്സ് വാങ്ങുമ്പോൾ കൊടുത്ത ടാക്സ് ഗവൺമെന്റിലേക്ക് ടാക്സ് അടക്കാൻ ഇല്ലാത്ത കാരണം കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസ്. കാരണം നിങ്ങൾ എന്ത് ചെയ്യും, അന്ന് ഫോർമാറ്റ് പറഞ്ഞപ്പോ ഔട്ട്പുട്ട് ടാക്സ് പേബിൾ നിന്നാണ് ITC കുറക്കുക. ഈ പാർട്ടിയുടെ ഔട്ട്പുട്ട് ടാക്സ് പേബിൾ ആൾവേസ് എന്തായിരിക്കും, 0 നില്ലായിരിക്കും. അതുകൊണ്ട് ഈ പാർട്ടി ഗുഡ്സ് വാങ്ങുമ്പോൾ അവർ കൊടുക്കുന്ന ITC തിരിച്ചു കിട്ടാൻ വേണ്ടി ഈ 3 പാർട്ടി GST നമ്പറിന് പകരമായിട്ട് ഒബ്റ്റെയിൻ ചെയ്യേണ്ട അനദർ നമ്പറാണ് UIN നമ്പർ. ഈ 3 പാർട്ടി ആണെങ്കിൽ അവർക്ക് GST നമ്പർ അല്ല, ആ GST നമ്പറിന് പകരമായിട്ട് ഈ 3 പാർട്ടി ഗവൺമെന്റിൽ നിന്നും ഓൾറെഡി ഗുഡ്സ് വാങ്ങുമ്പോൾ ഞാൻ കൊടുത്ത ടാക്സ് എമൗണ്ട് റീഫണ്ട് ക്ലെയിം ചെയ്യുവാൻ വേണ്ടി GST നമ്പറിന് പകരമായിട്ട് ഒബ്റ്റെയിൻ ചെയ്യേണ്ട അനദർ നമ്പറാണ് UIN, യുണീക്ക് ഐഡന്റിഫിക്കേഷൻ നമ്പർ. ഇതാണ് കൺസെപ്റ്റ് UIN. ശ്രദ്ധിക്കുക, തിയറി പറയാം, തിയറി പറയാം. വായിക്കും, തിയറി വായിക്കും. ഓക്കെ, GST Act state that any specialized agency of the United Nations of organization or any multilateral financial institution or organization notified under the United Nations, consulate or embassy or foreign country, any other person notified by the commissioner can be granted GST unique identity number. GST unique identity number can be used for the purpose of claiming GST refund on notified supplies of goods or service and other purpose as notified by the GST authorities. ഡൗട്ട് പറയാം ആ പോയിന്റ് ഡൗട്ടിലോർ പറയാം എന്താണ് UIN. ഓക്കെയാണ് ആ പോയിന്റ് കൺഫേം ചെയ്യട്ടാ. അത് പോയിന്റ് ഓക്കെയാണ് UIN. നെക്സ്റ്റ് ചാപ്റ്ററിൽ പറയാനുണ്ടായിരുന്ന ഏരിയ റിവൈസ്ഡ് ടാക്സ് ഇൻവോയ്സ്. ശ്രദ്ധിക്കുക, ഡൗട്ടിന് ചോദിക്കട്ടെ, ഡൗട്ടിലോർ ചോദിക്കുക. നെക്സ്റ്റ് നോക്കുക. നെക്സ്റ്റ് കൺസെപ്റ്റ് ആണ് റിവൈസ്ഡ് ടാക്സ് ഇൻവോയ്സ്. എക്സാമ്പിൾ ഞാൻ 1/4/2020 ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു. 1/4/2020 1/4/2020 ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നു. അങ്ങനെ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ടേൺ ഓവർ എന്തായിരിക്കും, 40 lakhൽ കുറവായിരിക്കും. എനിക്ക് എന്ത് വേണ്ട, GST നമ്പർ വേണ്ട. ഓക്കെ, അങ്ങനെ ഞാൻ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു. ഡിസംബർ 31/12/2020 ആയപ്പോ എന്റെ ടേൺ ഓവർ 40 ലക്ഷം ക്രോസ് ചെയ്തു. 40 lakhs ക്രോസ് ചെയ്തു. അതിന് 40 lakhs എമൗണ്ട് ക്രോസ് ചെയ്യുന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് ഡേ മീൻ 1/1/2021 കൂടി 1/1/2021 കൂടി എന്റെ ടു ബി ലൈബിൾ അല്ലെങ്കിൽ ബിക്കെയിം ലൈബിൾ ഓർ ബിക്കെയിം ലൈബിൾ മീൻ ഒക്കെ പറഞ്ഞതാണെങ്കിൽ പറയാം. 1-ാം തീയതി ഓൺവേർഡ്സ് ഈ പാർട്ടി ഗുഡ്സ് വിൽക്കുമ്പോ അല്ലെങ്കിൽ സർവീസ് പ്രൊവൈഡ് ചെയ്യുമ്പോൾ കസ്റ്റമറെ കയ്യിൽ നിന്നും നിർബന്ധമായിട്ടും GST എമൗണ്ട് കളക്ട് ചെയ്യണം. ടു ബി ലൈബിൾ അല്ലെങ്കിൽ ബിക്കെയിം ലൈബിൾ.
അങ്ങനെ ഈ ഡേറ്റ് കഴിഞ്ഞ് ആക്ട് പ്രകാരം പറയുന്നു എന്താണോ എന്റെ ടേൺ ഓവർ, ഞാൻ രജിസ്ട്രേഷൻ അവർ കറക്റ്റ് പറഞ്ഞിരുന്നു, എന്നാണോ ടേൺ ഓവർ ക്രോസ് ചെയ്യുന്ന ആ ഡേറ്റ് കഴിഞ്ഞ് വിത്തിൻ 30 ഡേയ്സ്, വിത്തിൻ 30 ദിവസം കൊണ്ട് ഞാൻ REG01 അപ്ലൈ ചെയ്യണം. വിത്തിൻ 30 ഡേയ്സ് കൊണ്ടാണ് ഞാൻ REG1 അപ്ലൈ ചെയ്യേണ്ടത്. എന്നാണ് ടേൺ ഓവർ കറസ്പോണ്ട് ടേൺ ഓവർ ക്രോസ് ചെയ്യുന്ന ആ ഡേറ്റ് കഴിഞ്ഞ് വിത്തിൻ 30 ഡേയ്സ് കൊണ്ടാണ് ഞാൻ REG1 അപ്ലൈ ചെയ്യേണ്ടത്. എക്സാമ്പിൾ ലാസ്റ്റ് ഡേറ്റ് 30/1/2021 ലാസ്റ്റ് ഡേറ്റ് ഫോർ അപ്ലൈ. ഇനി അത് കഴിഞ്ഞാൽ എക്സാമ്പിൾ 25/1/2021 ഞാൻ REG1 ആക്ച്വലി അപ്ലൈ ചെയ്തു. കൊടുക്കാൻ ലാസ്റ്റ് ടൈം 30 വരെയുണ്ട്. ഞാൻ 25/1 കൂടി REG1 ആക്ച്വലി അപ്ലൈ ചെയ്തു. ഡിപ്പാർട്ട്മെന്റ് വെരിഫൈ ചെയ്യും, എന്ത് തരും? REG2 തരും. REG2 മീൻ REG02 മീൻ അക്നോളജ്മെന്റ് തരും. അത് കഴിഞ്ഞാൽ കറസ്പോണ്ടിങ് വിത്തിൻ REG2 കിട്ടിക്കഴിഞ്ഞാൽ വിത്തിൻ 3 വർക്കിംഗ് ഡേയ്സ് കൊണ്ട് ഡിപ്പാർട്ട്മെന്റ് സർട്ടിഫിക്കറ്റ് ഓഫ് GST REG06 സർട്ടിഫിക്കറ്റ് ഓഫ് GST എന്ന് കിട്ടും. സർട്ടിഫിക്കറ്റ് GST മീൻ 28-ാം തീയതി 28/1/2021 അന്നാണ് എനിക്ക് GST നമ്പർ കിട്ടുക. GST നമ്പർ കിട്ടുന്നത് 28 ജനുവരി 2021 GST നമ്പർ കിട്ടുക. 28-ാം തീയതി മാത്രമേ എനിക്ക് GST നമ്പർ കിട്ടൂ. ഇനി നമ്മൾ ഇന്നലെ പറഞ്ഞിരുന്നു ടാക്സ് ഇൻവോയ്സ്, കണ്ടന്റ് ഓഫ് ടാക്സ് ഇൻവോയ്സ്. ഞാൻ ഓൾറെഡി പറഞ്ഞു 1-ാം തീയതി 31-ാം തീയതിയോട് ടേൺ ഓവർ ക്രോസ് ചെയ്തു. 1-ാം തീയതിയോട് കൂടി കൺസെപ്റ്റ് ആണ് ബിക്കെയിം ലയബിൾ ആണെങ്കിൽ 1-ാം തീയതി ഗുഡ്സ് വിൽക്കുമ്പോൾ എന്ത് കളക്ട്? ടാക്സ് കളക്ട് ആണ്. അങ്ങനെ ടാക്സ് എമൗണ്ട് വാങ്ങുന്നുണ്ടെങ്കിൽ കൊടുക്കാനുള്ള ബില്ല് എന്താ? ടാക്സ് ഇൻവോയ്സ്. ഇന്നലെ പറഞ്ഞതാണ്. ടാക്സ് ഇൻവോയ്സ് ആണെങ്കിൽ അതിന്റെ കണ്ടന്റ് എന്തായിരുന്നു? വിൽക്കുന്ന ആളുടെ GST നമ്പർ വേണം. പക്ഷെ 1-ാം തീയതി മുതൽ 1/1/2021 മുതൽ 27/1/2021 വരെ എനിക്ക് GST നമ്പർ ഇല്ല. കാരണം ആ GST നമ്പർ കിട്ടുന്ന 28-ാം തീയതിയാണ്. പക്ഷെ 1-ാം തീയതി മുതൽ 27-ാം തീയതി വരെ ഗുഡ്സ് വിൽക്കുമ്പോൾ ടാക്സ് എമൗണ്ട് വാങ്ങുന്നുണ്ട്. കൊടുക്കാനുള്ള ബില്ല് എന്തായിരിക്കും? ടാക്സ് ഇൻവോയ്സ് ആയിരിക്കും. അങ്ങനെ 1/1/2021 മുതൽ 27/1/2021 ഈ ടൈം ഗ്യാപ്പിൽ എത്ര ടാക്സ് ഇൻവോയ്സ് കൊടുത്തോ അതിലൊന്നും GST വിൽക്കുന്ന ആളുടെ GST നമ്പർ ഉണ്ടാവില്ല. അങ്ങനെ GST നമ്പർ ഇല്ലാത്ത ബില്ലിന് പകരമായിട്ട് GST നമ്പർ കിട്ടുന്നത് 28-ാം GST നമ്പർ കിട്ടുന്നത് 28-ാം തീയതിയാണ്. 28-ാം തീയതി GST നമ്പർ കിട്ടും. ആ കിട്ടി വിത്തിൻ 30 ദിവസത്തിന്റെ ഉള്ളിൽ ഈ പാർട്ടി ഓൾറെഡി കൊടുത്ത ബില്ലിന് പകരമായി പുതിയ ബില്ല് കൊടുക്കും. ഈ ബില്ലിന്റെ പേരാണ് റിവൈസ്ഡ് ടാക്സ് ഇൻവോയ്സ്. റിവൈൻഡ് ചെയ്യാം. ഏപ്രിൽ ഞാൻ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു. 1/4/2020 ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു. ഡിസംബർ ആകുന്നത് വരെ എന്റെ ടേൺ ഓവർ 40 ലക്ഷമാണ്. നോർമലി GST ആക്ട് പ്രകാരം രജിസ്ട്രേഷൻ വേണ്ട. അങ്ങനെ സെയിം പാർട്ടി 40 ലക്ഷം ക്രോസ് ചെയ്ത് 31/12 നെക്സ്റ്റ് ഡേ ഓൺവേർഡ്സ് കൺസെപ്റ്റ് ആണ് ബിക്കെയിം ലയബിൾ അല്ലെങ്കിൽ ടു ബി ലയബിൾ മീൻ 1-ാം തീയതി ഓൺവേർഡ്സ് ഗുഡ്സോ അല്ലെങ്കിൽ സർവീസോ പ്രൊവൈഡ് ചെയ്യുമ്പോൾ GST മാൻഡേറ്ററി ആണ്. അങ്ങനെ എന്നാണോ ബിക്കെയിം ലയബിൾ, എന്നാണോ ടു ബി ലയബിൾ വരുന്നത് ആ ഡേറ്റ് കഴിഞ്ഞ്
വിത്തിൻ 30 ദിവസത്തിന്റെ ഉള്ളിൽ നിർബന്ധമായിട്ടും ഈ പാർട്ടി REG1 അപ്ലൈ ചെയ്യണം. അങ്ങനെ REG1 അപ്ലൈ ചെയ്യാൻ ലാസ്റ്റ് ഡേറ്റ് ആയിരിക്കും 30/1. ഞാൻ ആക്ച്വലി REG1 കൊടുക്കുന്ന 25/1 വിത്തിൻ ടൈം ആണ്. ഡിപ്പാർട്ട്മെന്റ് വെരിഫൈ ചെയ്യും. ഓക്കെ ആണെങ്കിൽ REG2 തരും. അതും ഓക്കെ ആണെങ്കിൽ 3 വർക്കിംഗ് ഡേയ്സ് കൊണ്ട് ഡിപ്പാർട്ട്മെന്റ് സർട്ടിഫിക്കറ്റ് ഓഫ് GST തരും. സർട്ടിഫിക്കറ്റ് ഓഫ് GST തരുന്ന ഡേറ്റ് 28-ാം തീയതിയാണ്. ആ ഡേറ്റ് ആണ്, അന്നാണ് GST നമ്പർ കിട്ടുന്നത്. ഇനി ഇവിടെ നോക്കേണ്ടത് 1-ാം തീയതി മുതൽ 27-ാം തീയതി വരെ, 1-ാം തീയതി മുതൽ 27-ാം തീയതി വരെ ഗുഡ്സ് വിൽക്കുമ്പോൾ സർവീസ് പ്രൊവൈഡ് ചെയ്യുമ്പോൾ ഞാൻ ടാക്സ് എമൗണ്ട് വാങ്ങുന്നുണ്ട്. ആ ടാക്സ് എമൗണ്ട് വാങ്ങുന്നുണ്ടെങ്കിൽ ഞാൻ കൊടുക്കേണ്ട ബില്ലാണ് ടാക്സ് ഇൻവോയ്സ്. പക്ഷെ ഇന്നലെ പറഞ്ഞ ടാക്സ് ഇൻവോയ്സിന്റെ കണ്ടന്റ് പറഞ്ഞപ്പോ വിൽക്കുന്ന ആളുടെ GST നമ്പർ വേണം. പക്ഷെ ഈ ഡേറ്റിൽ GST നമ്പർ കിട്ടിയിട്ടുണ്ടാവില്ല. അങ്ങനെ ഈ ടൈമിൽ കൊടുത്ത ബില്ലിന് പകരമായിട്ട് GST നമ്പർ കിട്ടി വിത്തിൻ 30 ഡേയ്സ് കൊണ്ട് പുതിയ ബില്ല് കൊടുക്കണം. ആ പുതിയ ബില്ലിന്റെ കൺസെപ്റ്റ് ആണ് റിവൈസ്ഡ് ടാക്സ് ഇൻവോയ്സ്. വായിക്കാം. തിയറി. A registered person within 1 month from the date of issue of certificate of registration and in such manner as prescribed in the invoice rule issue a revised invoice against invoice already issued during the period beginning with the effective date of registration. Effective mean to be liable. Effective date of registration till the date of issuance of certificate of registration to him. ഇതാണ് കൺസെപ്റ്റ്. ഡൗട്ട് നീ പറയും, ഡൗട്ട് ഉള്ളവർ പറയും. അപ്പൊ അതിന് ഓക്കേനാ? ഇനി ഇവിടെ കണ്ടന്റ് ഉണ്ട്. കണ്ടന്റ് ഓഫ് റിവൈസ്ഡ് ഇൻവോയ്സ് മീൻസ് സെയിം. ഓൾറെഡി ടാക്സ് ഇൻവോയ്സ് ആണ്. എക്സ്ട്രാ വരുന്ന വേർഡ് റിവൈസ്ഡ് ഇൻവോയ്സ് കാണിക്കണം. പുതിയ ഇൻവോയ്സ് കൊടുക്കുമ്പോൾ അതിന് മുകളിൽ റിവൈസ്ഡ് ഇൻവോയ്സ് ആണെന്ന് കാണിക്കണം. അതുപോലെ പണ്ട് ഒരു ബില്ല് കൊടുത്തിട്ടുണ്ടാവും, ടാക്സ് ഇൻവോയ്സ്, GST നമ്പർ ഇല്ലാത്ത ബില്ല്. അതിന്റെ ഡേറ്റ് എന്നായിരുന്നു ഡേറ്റ് ഓഫ് ഒറിജിനൽ ബിൽ. ആ ഒറിജിനൽ ബില്ലിലെ ഇൻവോയ്സ് നമ്പർ ഉണ്ടോ അത് കാണിക്കണം. എക്സ്ട്രാ വരുന്ന ഇവിടെ എക്സ്ട്രാ വരുന്ന ടോട്ടാലിറ്റി സെയിം ആണ്. എക്സ്ട്രാ വരുന്ന കൺസെപ്റ്റ് ഒന്ന് വരുന്ന ദി വേർഡ് റിവൈസ്ഡ് ടാക്സ് ഇൻവോയ്സ് മാൻഡേറ്ററി ആണ്. ബാക്കി ടോട്ടാലിറ്റി സെയിം ആണ്. നെയിം, അഡ്രസ്, GSTN നമ്പർ, കോൺസിക്യൂട്ടീവ് സീരിയൽ നമ്പർ, ഡേറ്റ് ഓഫ് ഇഷ്യൂ ഓഫ് ഡോക്യുമെന്റ്, നെയിം ആൻഡ് അഡ്രസ് ഓഫ് GST നമ്പർ, വാങ്ങുന്ന ആളുടെ നെയിം, അഡ്രസ്, വാങ്ങുന്ന ആൾ രജിസ്റ്റേർഡ് പാർട്ടി ആണെങ്കിൽ ഓക്കെ. അത് ലാസ്റ്റ് ഒക്കെ പോയിന്റ് നമ്പർ കഴിഞ്ഞിട്ട് ഒക്കെ പോയിന്റ് നമ്പർ H സീരിയൽ നമ്പർ ആൻഡ് ബിൽ നമ്പർ, ഡേറ്റ് ഓഫ് കറസ്പോണ്ടിങ് ടാക്സ് ഇൻവോയ്സ് ഓർ ആസ് ദി കേസ് മേ ബി ഓഫ് ബിൽ ഓഫ് സപ്ലൈ. മുന്നേ കൊടുത്ത ഇൻവോയ്സിന്റെ ബിൽ നമ്പറും അതിന്റെ ഡേറ്റും പുതിയ റിവൈസ്ഡ് ടാക്സ് ഇൻവോയ്സിൽ കൊടുക്കണം. ഓക്കെ. ഇനി ചാപ്റ്റർ പഠിക്കാനുള്ള ഏരിയ, മിസ്സിംഗ് ആയിട്ടുള്ള ഏരിയ, രണ്ട് ഏരിയ, ഒറ്റ ഏരിയ ആണ് ഡെബിറ്റ് നോട്ടും ക്രെഡിറ്റ് നോട്ടും. ഡെബിറ്റ് നോട്ട് ആൻഡ് ക്രെഡിറ്റ് നോട്ട് മിസ്സിംഗ് ഉള്ള ഏരിയ. ക്രെഡിറ്റ് നോട്ടും ആൻഡ് ഡെബിറ്റ് നോട്ട്, ക്രെഡിറ്റ് നോട്ട് ആൻഡ് ഡെബിറ്റ് നോട്ട് ആണ് മിസ്സിംഗ് ഉള്ള ഏരിയ. ശ്രദ്ധിക്കുക. ഈ ക്രെഡിറ്റ് നോട്ട് എന്താ? ക്രെഡിറ്റ് നോട്ട് എന്താണ്? അക്കൗണ്ട്സ് പ്രകാരം ക്രെഡിറ്റ് നോട്ട് എന്താ? ക്രെഡിറ്റ് നോട്ട് മീൻ, ക്രെഡിറ്റ് നോട്ട് ആണ് ഈക്വൽ ടു സെയിൽസ് റിട്ടേൺ. ഈക്വൽ ടു സെയിൽസ് റിട്ടേൺ ആണ് ക്രെഡിറ്റ് നോട്ട്. സെയിൽസ് റിട്ടേൺ. ക്രെഡിറ്റ് നോട്ട് മീൻ സെയിൽസ് റിട്ടേൺ. ഡെബിറ്റ് നോട്ട് മീൻ, ഡെബിറ്റ് നോട്ട് ആണ് ഇസ് ഈക്വൽ ടു പർച്ചേസ് റിട്ടേൺ.
ഓക്കെ. ഓക്കെ, ഇനി ഫസ്റ്റ് പറയുന്ന ഏരിയ ക്രെഡിറ്റ് നോട്ടാണ്. ശ്രദ്ധിക്കുക. എക്സാമ്പിൾ ജനുവരി മാസം 1 എക്സാമ്പിൾ ജനുവരി 10-ാം തീയതി 10 ജനുവരി 1/1/2021 മുതൽ 31 ജാനുവരി 2021 ജനുവരി മന്ത്. ഇൻ ദി മന്ത് ഓഫ് ജനുവരി, ഈ ജനുവരി മന്തിൽ ആക്ച്വലി ടോട്ടൽ സെയിൽസ് 1,50,000 ആയിരുന്നു. ആക്ച്വലി സെയിൽസ് 1,50,000 ആയിരുന്നു. 150. ഇതെവിടെ കാണിക്കാം? ഈ സെയിൽസ് എവിടെ കാണിക്കാം? GSTR 1 പ്രകാരം കാണിക്കും. എന്ന് കാണിക്കും? 10th ഓഫ് ദി ഫോളോയിങ് മന്തിൽ കാണിക്കും. പക്ഷേ ഞാൻ GSTR 1 10-ാം തീയതി ഫയൽ ചെയ്തപ്പോൾ കാണിച്ച എമൗണ്ട് ആണ് 15 ലക്ഷം. ഒരു 0 കൂടിപ്പോയി. അങ്ങനെ വരാം. ആക്ച്വൽ സെയിൽസ് എമൗണ്ട് ആണ്. ആക്ച്വൽ സെയിൽസ് എമൗണ്ട് ഇസ് ഈക്വൽ ടു 1,50,000 ഉള്ളൂ. പക്ഷെ ഞാൻ GSTR 1 കാണിച്ചപ്പോ എന്റെ സെയിൽസ് എമൗണ്ട് ഞാൻ കൂടുതൽ കാണിച്ചു. എത്ര കൂടുതൽ കാണിച്ചത്? 1350. കൂടുതൽ കാണിച്ച ഫിഗർ ആണ് ഞാൻ. എക്സ്ട്രാ കാണിച്ച ഫിഗർ ആണ് 1350. ഈ 1350 മിസ്റ്റേക്ക് പ്രകാരം കാണിച്ച ഫിഗർ ആണ്. ഈ മിസ്റ്റേക്ക് പ്രകാരം ഞാൻ കൂടുതൽ കാണിച്ച സെയിൽസ് കുറക്കാൻ വേണ്ടി ഞാൻ കൊടുക്കുന്ന ഡോക്യുമെന്റ് ആണ് ക്രെഡിറ്റ് നോട്ട്. ഫസ്റ്റ് വൺ. ആക്ച്വലി ജനുവരി 1-ാം തീയതി മുതൽ ജനുവരി 31-ാം തീയതി വരെ ടോട്ടൽ സെയിൽസ് ആയിരുന്നു 1,50,000. അതാണ് GSTR 1 പ്രകാരം കാണിക്കേണ്ടത്. GSTR 1 പ്രകാരം ആ എമൗണ്ട് ആയിരുന്നു കാണിക്കേണ്ടത്. പക്ഷേ ഞാൻ മിസ്റ്റേക്ക് പ്രകാരം കാണിച്ച എമൗണ്ട് ആണ് 15 ലക്ഷമാണെങ്കിൽ ഞാൻ എക്സ്ട്രാ കാണിച്ച എമൗണ്ട് ആണ് 1350. ആ 1350 എക്സ്ട്രാ കാണിച്ച സെയിൽസ് കുറക്കുവാൻ വേണ്ടി രജിസ്റ്റേർഡ് പാർട്ടി കൊടുക്കേണ്ട ഡോക്യുമെന്റ് ആണ് ക്രെഡിറ്റ് നോട്ട്. ഫസ്റ്റ് കൺസെപ്റ്റ്. രണ്ടാമത്തെ കൺസെപ്റ്റ്. സെക്കൻഡ് കൺസെപ്റ്റ്. ജനുവരി 1-ാം തീയതി മുതൽ ജനുവരി 31-ാം തീയതി വരെ ഞാൻ ഗവൺമെന്റിലേക്ക് അടക്കാനുള്ള ടാക്സ് എമൗണ്ട് ആണ് എക്സാം 10,000. ആക്ച്വലി 10,000 രൂപ ടാക്സ് അടക്കാറുള്ളൂ. പക്ഷെ ഞാൻ മിസ്റ്റേക്ക് പ്രകാരം 1 lakh എമൗണ്ട് കാണിച്ചു. കൂടി പോവാം. ആക്ച്വലി അടക്കാനുള്ള ടാക്സ് എമൗണ്ട് 10,000 ആയിരുന്നു. ടാക്സ് അടച്ചപ്പോൾ 0 കൂടി 1 lakh എമൗണ്ട് അടച്ചു. ഇവിടെ ഓൾറെഡി എക്സ്ട്രാ അടച്ച ടാക്സ് എത്ര എമൗണ്ടാ? 90,000. എക്സ്ട്രാ അടച്ച ടാക്സ് എമൗണ്ട് 90,000. ഈ 90,000 പകരമായിട്ട് ആ ടാക്സ് എമൗണ്ട് 90,000 കുറക്കാൻ വേണ്ടി ഞാൻ കൊടുക്കാനുള്ള ഡോക്യുമെന്റ് ആണ് ക്രെഡിറ്റ് നോട്ട്. രണ്ടാമത്തെ കൺസെപ്റ്റ്. ഓൾറെഡി സെയിൽസ് കൂട്ടിപ്പോയി. ഫസ്റ്റ് കേസ്. രണ്ടാമത്തെ കേസ് ആയത് ആക്ച്വലി ടാക്സ് എമൗണ്ട് 10,000 ആയിരുന്നു. മിസ്റ്റേക്ക് പ്രകാരം 1 lakh എമൗണ്ട് അടച്ചു. എക്സ്ട്രാ അടച്ച ടാക്സ് എമൗണ്ട് ആണ് 90,000. ഈ 90,000 എമൗണ്ട് ടാക്സ് എമൗണ്ട് കുറക്കാൻ വേണ്ടി രജിസ്റ്റേർഡ് പാർട്ടി കൊടുക്കേണ്ട ഡോക്യുമെന്റ് ആണ് ക്രെഡിറ്റ് നോട്ട്. രണ്ടാമത്തെ. മൂന്നാമത്തെ ജനുവരി 1 ഈ സെയിം ഡേറ്റ് ഫസ്റ്റ് ജനുവരി മുതൽ ഞാൻ ഓൾറെഡി ഈ സെയിം ടൈമിൽ ഞാൻ ഒരു പാർട്ടി ഗുഡ്സ് വിറ്റിരുന്നു. ജനുവരി 1-ാം തീയതി മുതൽ ജനുവരി 31-ാം തീയതി വരെ ഞാൻ സെല്ലറാണ്. ഗുഡ്സ് വിറ്റിരുന്നു. വിൽക്കുമ്പോൾ സെയിൽ കാണിക്കും. വാങ്ങുന്ന പാർട്ടി ഗുഡ്സ് വാങ്ങിയ പാർട്ടി ഗുഡ്സ് തിരിച്ചു തന്നു. റിട്ടേൺ ചെയ്യാറ് ഗുഡ്സ് ആ റിട്ടേൺ. നോർമൽ കൺസെപ്റ്റ്. അങ്ങനെ ഓൾറെഡി ജനുവരി 1-ാം തീയതി മുതൽ
31 വരെ ഞാൻ കറസ്പോണ്ടിങ് സെയിൽസ് കാണിച്ചിരുന്നു. അങ്ങനെ ഗുഡ്സ് വാങ്ങുന്ന പാർട്ടി ഈ സെയിം ഗുഡ്സ് റിട്ടേൺ ചെയ്ത് കഴിഞ്ഞാൽ എത്ര എമൗണ്ട് ആണ് റിട്ടേൺ ചെയ്യുന്നത് അതിന് പകരമായി കൊടുക്കേണ്ട ഡോക്യുമെന്റ് ആണ് ക്രെഡിറ്റ് നോട്ട്. 3 കൺസെപ്റ്റ്. ഒന്നെങ്കിൽ ആക്ച്വൽ സെയിൽ ആ എമൗണ്ടിനേക്കാൾ കൂടുതലായി മിസ്റ്റേക്ക് പ്രകാരം കാണിച്ചു, അല്ലെങ്കിൽ ആക്ച്വൽ ടാക്സ് എമൗണ്ടിനേക്കാൾ കൂടുതലായിട്ട് എമൗണ്ട് കാണിച്ചു, അല്ലെങ്കിൽ ഞാൻ ഓൾറെഡി സെയിൽ കാണിച്ചു പക്ഷേ ഗുഡ്സ് വാങ്ങിയ പാർട്ടി സെയിം എമൗണ്ട് റിട്ടേൺ ചെയ്ത് കഴിഞ്ഞാൽ നോർമൽ റിട്ടേൺ ആണ്, അതിന് കറസ്പോണ്ട് ഞാൻ എന്ത് കൊടുക്കും? ക്രെഡിറ്റ് നോട്ട് കൊടുക്കും. ഇതാണ് ക്രെഡിറ്റ് നോട്ട് കൺസെപ്റ്റ്. ഇനി ഡെബിറ്റ് നോട്ട് ഇതിന് നേരെ ഓപ്പോസിറ്റ്. ഡെബിറ്റ് നോട്ട് മീൻ ഇതിന് നേരെ ഓപ്പോസിറ്റ്. ഡെബിറ്റ് നോട്ട് മീൻ നേരെ ഓപ്പോസിറ്റ്. നേരെ ഓപ്പോസിറ്റ് മീൻ ശ്രദ്ധിക്കട്ടാ. നേരെ ഓപ്പോസിറ്റ് ഡെബിറ്റ് നോട്ട്. ശ്രദ്ധിക്കട്ടാ. ഡെബിറ്റ് നോട്ട് ഒക്കെ ഡെബിറ്റ് നോട്ട് ഏരിയ. ഡെബിറ്റ് നോട്ട് ആണ്. എക്സാമ്പിൾ, ജനുവരി 1-ാം തീയതി മുതൽ ജനുവരി 31-ാം തീയതി വരെ ടോട്ടൽ സെയിൽസ് ഞാൻ കാണിച്ച സെയിൽ ആക്ച്വലി കാണിക്കേണ്ട സെയിൽ ആയിരുന്നു 15 ലക്ഷം. ഇവിടെ കാണിക്കണം GSTR 1 പ്രകാരം കാണിക്കണം. മിസ്റ്റേക്ക് പ്രകാരം ഞാൻ 1,50,000 കാണിച്ചു. 15 ലക്ഷമാണ് സെയിൽസ് കാണിക്കേണ്ടത്, പക്ഷെ ഞാൻ സെയിൽസ് കുറച്ച് കാണിച്ചു. മിസ്റ്റേക്ക് പ്രകാരം 0 കുറഞ്ഞു പോയി. അങ്ങനെ സെയിൽസ് കുറഞ്ഞിട്ടുണ്ടെങ്കിൽ സെയിൽസ് കൂട്ടാൻ വേണ്ടി ഞാൻ കൊടുക്കുന്നതാണ് പർച്ചേസ് റിട്ടേൺ. ഫസ്റ്റ് കൺസെപ്റ്റ് മീൻ ഡെബിറ്റ് നോട്ട്. ആക്ച്വലി സെയിൽസ് 15 ലക്ഷമാണ്. മിസ്റ്റേക്ക് പ്രകാരം GSTR 1-ൽ കാണിച്ചത് എത്രയാണ്? 1,50,000 ആയിരിക്കും. ഓൾറെഡി സെയിൽസ് കുറച്ച് കാണിച്ച എമൗണ്ട് ആണ് 1350. ഈ 1350-ന് കറസ്പോണ്ടിങ് ആയിട്ട് സെയിൽസ് കൂട്ടാൻ വേണ്ടി കൊടുക്കുന്ന ഡോക്യുമെന്റ് ആണ് ഡെബിറ്റ് നോട്ട്. ഫസ്റ്റ് കൺസെപ്റ്റ്. അല്ലെങ്കിൽ സെയിം ഒക്കെ ഓൾറെഡി നിങ്ങൾ ടാക്സ് അടയ്ക്കേണ്ട എമൗണ്ട് 1 lakh ആയിരുന്നു. 1 lakh എമൗണ്ട് ആണ് ടാക്സ് അടയ്ക്കേണ്ടത്. മിസ്റ്റേക്ക് പ്രകാരം അടച്ച ടാക്സ് എമൗണ്ട് ആണ് 10,000. 0 കുറഞ്ഞു പോയി. അങ്ങനെ 90,000 രൂപ ടാക്സ് എമൗണ്ട് കുറഞ്ഞു പോയി. അതിന് കറസ്പോണ്ടിങ് ആയി കൊടുക്കേണ്ട ഡോക്യുമെന്റ് ആണ് ഡെബിറ്റ് നോട്ട്. മൂന്നാമത് നോർമൽ പർച്ചേസ് മീൻ. എക്സാമ്പിൾ, ഞാനൊരു എക്സാമ്പിൾ 25,000 രൂപയുടെ ഗുഡ്സ് വാങ്ങിയിരുന്നു. പർച്ചേസ് ആണ്. ഞാൻ രജിസ്റ്റേർഡ് പാർട്ടി ഈ വാങ്ങിയ പർച്ചേസ് ഗുഡ്സ് ഞാൻ തിരിച്ചു കൊടുക്കണം, റിട്ടേൺ ചെയ്യാം. ഞാൻ നോർമലി ഗുഡ്സ് വാങ്ങിയ ഗുഡ്സ് ഞാൻ ആ പാർട്ടി തിരിച്ചു കൊടുക്കുന്ന നോർമൽ റിട്ടേൺ ആണ്. ആ നോർമൽ പർച്ചേസ് റിട്ടേൺ ഉണ്ടെങ്കിൽ അവിടെയും വരുന്ന ഇഫക്റ്റ് ആണ് ഡെബിറ്റ് നോട്ട്. ഇതാണ് 3 കേസ്. എന്താണ് ക്രെഡിറ്റ് നോട്ട്, എന്താണ് ഡെബിറ്റ് നോട്ട്? ഡൗട്ട് പറയും. ഇതോടുകൂടി ആ ചാപ്റ്റർ കഴിഞ്ഞു. ഡൗട്ടുള്ളവർ ചോദിക്കുക. ഡൗട്ട് ചോദിക്കൂ. ഏതെങ്കിലും പോയിന്റ്? ഡൗട്ടുള്ളവർ ചോദിക്കട്ടാ. ഹലോ, ഒന്നും കൂടി ഡെബിറ്റ് നോട്ട് ക്രെഡിറ്റ് നോട്ടിൽ നിന്ന് ചെയ്യാം. ഓക്കെ, ഡൗട്ടില്ല. ജസ്റ്റ് ഒരു തവണയും ഡെബിറ്റ് നോട്ടും ക്രെഡിറ്റ് നോട്ടും ഒന്ന് റീഫ്രഷ് ചെയ്യാൻ പറ്റുമോ? ഹലോ, നിങ്ങൾ ഡൗട്ട് ചെയ്യണ്ടാ? ജസ്റ്റ് ഒരു തവണയും കൂടിയോ ഡെബിറ്റ് നോട്ട്? ഹലോ, സൗണ്ട് കേൾക്കണില്ല. ഹലോ, പറയൂ. ജസ്റ്റ് ഒരു തവണയും കൂടിയോ ഡെബിറ്റ് നോട്ട് ക്രെഡിറ്റ് നോട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് പറയൂ. ഒന്നും കൂടിയോ ഡൗട്ട് പറയൂ. ഇതിന്റെ ക്വസ്റ്റ്യൻസ് എങ്ങനെയാ വരുക മനസ്സിലാത്ത? GST പ്രോബ്ലം കുറവല്ലേ? ടാക്സ് അല്ലേ പ്രോബ്ലം ഉള്ളൂ. ഈ പാർട്ടിലെ നിങ്ങളെ ബുക്കിലെ GST പാർട്ടിൽ യൂണിറ്റ് നമ്പർ 1-ലും എക്സംഷനിലും മാത്രമേ ക്വസ്റ്റ്യൻസ് ഉള്ളൂ. നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിലെ ബാക്കിയുള്ള ഫുൾ ടാക്സ് അല്ലേ? ടാക്സിന്റെ പാർട്ടിൽ ക്വസ്റ്റ്യൻ പ്രോബ്ലം വരുന്നേ. ഡാറ്റ തിയറി ചോദിക്കും. ക്വസ്റ്റ്യൻ എങ്ങനെ ചോദിച്ചത്?
ഡയറക്റ്റ് തിയറി ആ ഓക്കെ തിയറി എങ്ങനെ ചോദിക്കുക, അതുപോലെ ചോദിക്കും. നെക്സ്റ്റ് നോക്കുക. നെക്സ്റ്റ് ഏരിയ, നെക്സ്റ്റ് ചാപ്റ്റർ ആണ്, നെക്സ്റ്റ് ടോപ്പിക് ആണ് റിട്ടേൺ അണ്ടർ GST. റിട്ടേൺ അണ്ടർ GST നെക്സ്റ്റ് ടോപ്പിക് ആണ്. ഈ ചാപ്റ്റർ പഠിക്കുമ്പോൾ മെജോറിറ്റി ഓഫ് ദി റിട്ടേണും റിട്ടേൺ ഉദ്ദേശിച്ചു കഴിഞ്ഞാൽ GST ആക്ട് പ്രകാരം ഒരു രജിസ്റ്റേർഡ് പാർട്ടി എത്ര രൂപയുടെ ഗുഡ്സ് ആണ് വിൽക്കുന്നത്, ഗുഡ്സ് വിൽക്കുമ്പോൾ എത്ര ടാക്സ് എമൗണ്ട് കളക്ട് ചെയ്തു, അതുപോലെ എത്ര രൂപയുടെ പർച്ചേസ് ആണ് ഞാൻ വാങ്ങിയത്, പർച്ചേസ് ചെയ്യുമ്പോൾ എത്ര ടാക്സ് എമൗണ്ട് ഞാൻ കൊടുത്തിരുന്നു, നെറ്റായി ടാക്സ് എമൗണ്ട് എത്ര അടക്കാനുണ്ട്. ഈ ഡീറ്റെയിൽസ് GST ഡിപ്പാർട്ട്മെന്റിന് ഒന്നെങ്കിൽ മന്ത്ലി അല്ലെങ്കിൽ ക്വാർട്ടർലി ഡീറ്റെയിൽസ് ഫർണിഷ് ചെയ്യണം. ഈ ഡീറ്റെയിൽസ് ഫർണിഷ് ചെയ്യുന്ന ചാപ്റ്ററിന്റെ പേര് റിട്ടേൺ മീൻ രജിസ്റ്റേർഡ് പാർട്ടി അവരുടെ ബിസിനസിന്റെ ട്രാൻസാക്ഷൻ, സെയിൽസിന്റെയും ടാക്സ് വാങ്ങുന്നതിന്റെയും പർച്ചേസിന്റെയും അതുപോലെ കറസ്പോണ്ടിങ് ടാക്സ് എമൗണ്ട് പെയ്ഡിന്റെയും നെറ്റ് ടാക്സ് പെയ്ഡ്, ഈ ഡീറ്റെയിൽസ് ഗവൺമെന്റിലേക്ക് ഒന്നെങ്കിൽ മന്ത്ലി അല്ലെങ്കിൽ ക്വാർട്ടർലി ഫർണിഷ് ചെയ്യണം. ആ ഫർണിഷ് ചെയ്യുവാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഡോക്യുമെന്റ് ആണ്, കൺസെപ്റ്റ് ആണ് റിട്ടേൺ അണ്ടർ GST. റിട്ടേൺ. ഓക്കെ, ഇനി സ്റ്റാർട്ടിങ് പറയുമ്പോൾ ഫസ്റ്റ് റിട്ടേൺ ആണ് GSTR1. ഫസ്റ്റ് റിട്ടേൺ ആണ് GSTR1. കുറെ പ്രാവശ്യം പറഞ്ഞാണ്. GSTR1 മീൻ എന്തായിരിക്കും? ഡീറ്റെയിൽസ് ഓഫ് ഔട്ട്വേർഡ് സപ്ലൈസ് ഓഫ് ടാക്സബിൾ ഗുഡ്സ് ഓർ സർവീസ്. ഒരു പാർട്ടി ഗുഡ്സ് വിൽക്കുമ്പോൾ കൺസെപ്റ്റ് ആണ് ഔട്ട്വേർഡ് സപ്ലൈ, സെയിൽസ്. ആ ഡീറ്റെയിൽസ് ഫർണിഷ് ചെയ്യുവാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഫോമാണ് GSTR1. അത് ഫയൽ ചെയ്യേണ്ടത് ഒരു മന്ത് കഴിഞ്ഞാൽ അടുത്ത മാസം 10-ാം തീയതിയാണ്. മന്ത്ലിയാണ് ഫ്രീക്വൻസി ആയിട്ട് വരുന്നത്. രണ്ടാമത് GSTR2. GSTR2 മീൻ ഡീറ്റെയിൽസ് ഓഫ് ഇൻവേർഡ് സപ്ലൈസ്. ഇൻവേർഡ് മീൻ പർച്ചേസ്. ഞാൻ ഒരു മന്തിൽ എത്ര രൂപയുടെ പർച്ചേസ് ആണ് വാങ്ങുന്നത്, ആൻഡ് ക്ലെയിമിംഗ് ITC ആണ്. എത്ര രൂപ പർച്ചേസ് ആണ് വാങ്ങുന്നത്, ആ പർച്ചേസ് ഡീറ്റെയിൽസ് ഗവൺമെന്റിലേക്ക് ഫർണിഷ് ചെയ്യേണ്ട ഫോമാണ് GSTR2. ഇവിടെയും വരുന്ന മന്ത്ലി ഇഫക്റ്റ് ആണ്. ഒരു മന്ത് കഴിഞ്ഞാൽ അടുത്ത മാസം 15-ാം തീയതിയാണ് GSTR2 ഫയൽ ചെയ്യേണ്ടത്. നെക്സ്റ്റ് വൺ GSTR3. GSTR3 മീൻ പേയ്മെന്റ് ഓഫ് ടാക്സ് ആണ്. പേയ്മെന്റ് ഓഫ് ടാക്സ് ഒരു മന്ത് കഴിഞ്ഞാൽ അടുത്ത മാസം 20-ാം തീയതിയോട് കൂടി പേയ്മെന്റ് ഓഫ് ടാക്സ് അടക്കണം. അതിനു വേണ്ടി ഉപയോഗിക്കുന്ന ഫോമാണ് GSTR3. ഓക്കെ, ഇനി നാലാമത്തെ ഫോമാണ് GSTR3 വെയിറ്റ്. പിന്നെ പറയാം 3 വെയിറ്റ് ചെയ്യാം. GSTR4 ആണ്. റിട്ടേൺ ഫോർ കോമ്പൗണ്ടിങ് ടാക്സബിൾ പേഴ്സൺ. കോമ്പൗണ്ടിങ് മീൻ ഈ ചാപ്റ്ററിൽ പഠിക്കാണ്ട് ബേസിക് യൂണിറ്റ് പഠിക്കുമ്പോൾ കോമ്പോസിഷൻ ലെവി സ്കീം കൺസെപ്റ്റ് ഉണ്ട്. കോമ്പോസിഷൻ മീൻ പിന്നെ പറയാൻ പറയാം, ഞാൻ അസിയായിട്ടുള്ള ഞാൻ കോമ്പോസിഷൻ ലെവി സ്കീമാണ് ഓപ്റ്റ് ചെയ്യുന്നതെങ്കിൽ ആ പാർട്ടി ഉപയോഗിക്കേണ്ട റിട്ടേണിന്റെ പേരാണ് GSTR4 ആണ്. അവർ ഫയൽ ചെയ്യേണ്ടത് ക്വാർട്ടർലി ആണ്. എക്സാമ്പിൾ ഞാൻ കോമ്പോസിഷൻ ലെവി സ്കീം ഓപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ജനുവരി ഫെബ്രുവരി മാർച്ച് ഇതാ നോർമലി ക്വാർട്ടർ. ജനുവരിയിലെയും ഫെബ്രുവരിയെയും മാർച്ചിന്റെയും ക്വാർട്ടർലി വരുന്ന സെയിൽസ്, ക്വാർട്ടർലി വരുന്ന പർച്ചേസ്, ഈ ഡീറ്റെയിൽസ് ആ ക്വാർട്ടർ കഴിഞ്ഞ് അടുത്ത മാസം 18-ാം തീയതി മീൻ എന്നായിരിക്കും
ഏപ്രിൽ 18-ാം തീയതി. ഏപ്രിൽ 18-ാം തീയതിയോട് കൂടി ഗവൺമെന്റിലേക്ക് ഞാൻ സമർപ്പിക്കണം. കൺസെപ്റ്റ് ആണ് GSTR 4. എക്സാമ്പിൾ, ഒരു ക്വാർട്ടർ ആണ് ഏപ്രിൽ, മെയ്, ജൂൺ. ഏപ്രിൽ, മെയ്, ജൂൺ ഈ മന്തിലെ ഡീറ്റെയിൽസ് ആ മന്ത് കഴിഞ്ഞ് അടുത്ത മാസം ഏതാ, ജൂലൈ. ജൂലൈ 18-ാം തീയതിയോട് കൂടി ആര്, only for compounding levy scheme പാർട്ടി ഉപയോഗിക്കേണ്ട ഫോം ആണ് GSTR 4 ആണ്. ഡ്യൂ ഡേറ്റ് ആണ് 18th of the succeeding month. Then GSTR 5 ആണ്. GSTR 5 ആണ് ഓൾറെഡി പറഞ്ഞതാണ്. എങ്കിൽ റിവൈൻഡ് ചെയ്യാം. NRI നമ്മൾ രജിസ്ട്രേഷൻ ചാപ്റ്റർ ഡീറ്റെയിൽഡ് ആയി പറഞ്ഞതാണ്. NRI ഒരു നോൺ റെസിഡന്റ് NRI പാർട്ടി ആണെങ്കിൽ ആ NRI പാർട്ടി ഗുഡ്സ് ഇന്ത്യയിൽ വിൽക്കും. ഗുഡ്സ് കറസ്പോണ്ടിങ് ഇന്ത്യയിൽ നിന്ന് വാങ്ങും. മേ ബി ഇമ്പോർട്ട് ആയിരിക്കും. ഈ രജിസ്റ്റേർഡ് പാർട്ടി ഓരോ മന്ത്ലി എത്ര രൂപയുടെ ഗുഡ്സ് വിൽക്കുന്നുണ്ട്, എത്ര രൂപയുടെ പർച്ചേസ് ഉണ്ട്, ആ പാർട്ടി ഗവൺമെന്റിന് സമർപ്പിക്കേണ്ട ഫോമാണ് GSTR 5 ആണ്. ഡ്യൂ ഡേറ്റ് ആണ് 20th of the next month. 20th of the next month. GSTR 6 ആണ് only for ISD. ഇതും പറഞ്ഞതാണ്. ISD മീൻ ഇൻപുട്ട് സർവീസ് ഡിസ്ട്രിബ്യൂട്ടർ. നമ്മൾ ചാപ്റ്ററിൽ രജിസ്ട്രേഷൻ ചാപ്റ്ററിൽ എന്താണ് ISD കൺസെപ്റ്റ് ഞാൻ പറഞ്ഞിരുന്നു. ഒരു ഇൻപുട്ട് സർവീസ് ഡിസ്ട്രിബ്യൂട്ടർ ആണെങ്കിൽ ആ പാർട്ടി ഗവൺമെന്റിലേക്ക് ഫർണിഷ് ചെയ്യേണ്ട ഫോമാണ് GSTR 6 ആണ്. മന്ത്ലി ഇഫക്റ്റ് ആണ് വരുന്നത്. ഡ്യൂ ഡേറ്റ് ആണ് 13th of the next month. 13th of the next month ആണ് വരുന്നത്. 13. നെക്സ്റ്റ് വൺ GSTR 7 ആണ്. GSTR 7 മീൻ റിവൈൻഡ് ചെയ്യാം. GSTR 7 മീൻ ഇന്നലെ ഞാൻ TDS എടുത്തപ്പോ ഒരു പാർട്ടി ഒരു കറസ്പോണ്ട് DDO മീൻ 7 പാർട്ടിയാണ്. ആ DDO കോൺട്രാക്ടർക്ക് പേയ്മെന്റ് കൊടുക്കുമ്പോൾ 2% GST 2% TDS കട്ട് ചെയ്യും. ആ TDS കട്ട് ചെയ്യുന്ന DDO ഉപയോഗിക്കേണ്ട ഫോം നമ്പർ ആണ് GSTR 7. അവിടെ പറഞ്ഞിരുന്നു GSTR 7 ഉപയോഗിക്കേണ്ട ഇഫക്റ്റ് ആണ് മന്ത്ലി. ഡ്യൂ ഡേറ്റ് ആണ് 10th of the next month. നെക്സ്റ്റ് വൺ GSTR 8 ആണ്. ഒരു പാർട്ടി ഇലക്ട്രോണിക് കൊമേഴ്സ് ഓപ്പറേറ്റർ ആണെങ്കിൽ ഞാൻ ഇന്നലെ പറഞ്ഞിരുന്നു ആ സെയിം ഇലക്ട്രോണിക് കൊമേഴ്സ് ഓപ്പറേറ്റർ അവരെ കമ്മീഷൻ ഏതാണ്, ആപ്പിൾ ഫോൺ കമ്പനിയാണ്. അവരെ കയ്യിൽ നിന്ന് കമ്മീഷൻ വാങ്ങുമ്പോൾ ആ എമൗണ്ടിനോട് കൂടി 1% 0.5% CGSTയും 0.5% SGSTയും വാങ്ങാൻ TCS. അങ്ങനെ TCS വാങ്ങുന്ന പാർട്ടി ആയിട്ടുള്ള ഇലക്ട്രോണിക് കൊമേഴ്സ് ഓപ്പറേറ്റർ ഉപയോഗിക്കേണ്ട ഫോമിന്റെ പേരാണ് GSTR 8. GSTR 8 കൺസെപ്റ്റ്. ഓക്കെ, ഡൗട്ട് അപ് ടു 8 വരെ ഡൗട്ടുള്ളവർ പറയാം. ഏതെങ്കിലും പോയിന്റ് അപ് ടു GSTR 8 വരെ ഏതെങ്കിലും പോയിന്റ് ഡൗട്ടുള്ളവർ പറയാം. റിപ്ലൈ തരാ. അത് ഓക്കെയാണോ? ഓക്കെ. ഇനി GSTR 9 ഉദ്ദേശിച്ചു കഴിഞ്ഞാൽ ആനുവൽ റിട്ടേൺ എന്ന് പറയും. ഇത് നമ്മൾ കുറെ പറഞ്ഞതാണ്. റിവൈൻഡ് ചെയ്യാം. GSTR 9 ആനുവൽ റിട്ടേൺ ഉദ്ദേശം കഴിഞ്ഞാൽ 1/4/2020 മുതൽ 1/4/2020 മുതൽ 31/3/2021 ഈ ടൈം ഗ്യാപ്പിൽ ഒരു വർഷത്തെ ഡീറ്റെയിൽസ് ആ വർഷം മാർച്ച് മാസം കഴിഞ്ഞാൽ അടുത്ത ഇയറിന്റെ ഡിസംബർ 31 31st ഡിസംബർ ഈ ഡേറ്റോട് കൂടി
ഗവൺമെന്റിലേക്ക് ഫർണിഷ് ചെയ്യാൻ റിട്ടേൺ ആണ് ആനുവൽ ഇയർലി. ആനുവൽ മീൻ ഇയർലി. 31st December ഓഫ് നെക്സ്റ്റ് ഫിനാൻഷ്യൽ ഇയർ. ഇനി ഏതെല്ലാം പാർട്ടിക്കാണ് GSTR 9 ഫയൽ ചെയ്യേണ്ടത്? ഫസ്റ്റ് പറയുമ്പോൾ രജിസ്റ്റേർഡ് പേഴ്സൺ അതർ ദാൻ ISD ഇൻപുട്ട് സർവീസ് ഡിസ്ട്രിബ്യൂട്ടർ ആണ്, അവർക്ക് GSTR 9 ആനുവൽ റിട്ടേൺ വേണ്ട. രണ്ടാമത് TDS ആൻഡ് TCS ടാക്സ് പെയർ മീൻ. TDS മീൻ GSTR 7 ചെയ്യുന്ന പാർട്ടി ആണെങ്കിൽ ആനുവൽ റിട്ടേൺ വേണ്ട. TCS മീൻ GSTR 8 ഫയൽ ചെയ്യുന്ന പാർട്ടി വേണ്ട. കാഷ്വൽ ടാക്സബിൾ പേഴ്സൺ നമ്മൾ ഓൾറെഡി രജിസ്റ്റർ ചെയ്ത കാഷ്വൽ ടാക്സബിൾ ടെമ്പററി, അതുപോലെ NRI, ഈ അഞ്ച് പാർട്ടിക്ക് എന്ത് വേണ്ട? ആനുവൽ റിട്ടേൺ വേണ്ട. അതല്ലാത്ത മറ്റുള്ള എനി പാർട്ടി ആണെങ്കിൽ 1/4/2020 മുതൽ അപ് ടു മാർച്ച് വരെ ഡീറ്റെയിൽസ് ഈ ഫിനാൻഷ്യൽ ഇയർ കഴിഞ്ഞാൽ അപ് ടു ഡിസംബറിന്റെ ടൈം ഗ്യാപ്പിൽ ഇയർലി ഫയൽ ചെയ്യണം. ഉപയോഗിക്കേണ്ട ഫോമാണ് GSTR 9. ചെയ്യാത്ത പാർട്ടി ഒന്ന് ISD ഇൻപുട്ട് സർവീസ് മീൻ GSTR 6 പാർട്ടി. TDS മീൻ GSTR 7 പാർട്ടി. TCS മീൻ GSTR 8 പാർട്ടി. കാഷ്വൽ ടാക്സബിൾ പേഴ്സൺ നെക്സ്റ്റ് വൺ NRI. ഈ അഞ്ച് പാർട്ടിക്ക് എന്ത് വേണ്ട? GSTR 9 ഫയലിംഗ് റിക്വയർമെന്റ് വേണ്ട. ഓക്കെ, നെക്സ്റ്റ് വൺ GSTR 10 ആണ്. GSTR 10 മീൻ ഫൈനൽ റിട്ടേൺ. ഫൈനൽ മീൻ എക്സാമ്പിൾ ഞാൻ 2018 GST നമ്പർ എടുത്തു. 2018 GST നമ്പർ എടുത്തു. അസ്യൂം ചെയ്യാം രജിസ്റ്റേർഡ് പാർട്ടിയാണ്, അന്നാണ് ഞാൻ GST എടുക്കുന്നത്. അങ്ങനെ ഞാൻ അപ് ടു ഡിസംബർ വരെ, ഈ വർഷത്തെ ഡിസംബർ വരെ ബിസിനസ് ചെയ്തു. ഒന്നിൽ കൂടുതലാണ്. ദെൻ ബിസിനസ് വൈൻഡ് അപ്പ് ചെയ്യാണ്. ഓൾറെഡി ഞാൻ 1/4/2018 ഞാൻ GST രജിസ്റ്റേർഡ് പാർട്ടിയായി. അത് കഴിഞ്ഞ് കറസ്പോണ്ടിങ് 31/12/2020 വരെ ബിസിനസ് ചെയ്തു. അതായത് പൂട്ടാണ്. അങ്ങനെ ബിസിനസ് പൂട്ടിക്കഴിഞ്ഞാൽ ആ ബിസിനസ് എന്നാണോ ആക്ച്വലി പൂട്ടുന്നത്, ആ ഡേറ്റ് കഴിഞ്ഞ് വിത്തിൻ 3 months കൊണ്ട് GST നമ്പർ എടുത്ത് GST ലൈസൻസ് ക്യാൻസൽ ആക്കുന്നത് വരെ നമ്പർ ഓഫ് ഇയർ മേ ബി 4, 5, 6 വർഷമായിരിക്കും. എത്ര വർഷമാണ് ടോട്ടൽ ഡീറ്റെയിൽസ് ഞാൻ ഫർണിഷ് ചെയ്യണം. ആ കൺസെപ്റ്റ് ആണ് ഫൈനൽ മീൻ ഒരു പാർട്ടിക്ക് ഒരു ബിസിനസ്സിന് വൺ ടൈമേ ഉണ്ടാവും. കാരണം ബിസിനസ് പൂട്ടി കഴിഞ്ഞാൽ ബിസിനസ് പൂട്ടി വിത്ത് ഹലോ ഓക്കെ സോറി വെയിറ്റ്. ഓക്കെ സോറി ശ്രദ്ധിക്കുക. GSTR 11 മീൻ GSTR 11 പറയുമ്പോൾ കുറച്ച് മുന്നേ ഞാൻ പറഞ്ഞിരുന്നു ഒരു UIN കൺസെപ്റ്റ്. UIN മീൻ യുണീക്ക് ഐഡന്റിഫിക്കേഷൻ നമ്പർ. UIN മീൻ യുണീക്ക് ഐഡന്റിഫിക്കേഷൻ നമ്പർ ആണ്. ഈ UIN പാർട്ടി എക്സാമ്പിൾ ഫോറിൻ എംബസി, അത് എക്സാമ്പിൾ അടക്കം കാണിച്ച് ഫോറിൻ എംബസി ആണെങ്കിൽ അവർ 10 ഫിനിഷ് ആയെന്നോ? 10 ഡൗട്ട് എന്താ? 10 പറഞ്ഞല്ലോ. GSTR 11 മീൻ ഒരു UIN പാർട്ടി ആണെങ്കിൽ അവർ സർവീസ് പ്രൊവൈഡ് ചെയ്യുമ്പോൾ GST വരുന്നില്ല. സെയിം ടൈമിൽ ആ പാർട്ടി ഗുഡ്സ് വാങ്ങുമ്പോൾ
ഞാൻ പറഞ്ഞ എക്സാമ്പിൾ AC ആയിരുന്നു. AC വാങ്ങുമ്പോൾ അവർ കൊടുക്കുന്ന ടാക്സ് എമൗണ്ട് റീഫണ്ട് ക്ലെയിം ചെയ്യുവാൻ വേണ്ടി ഫയൽ ചെയ്യേണ്ട ഫോമാണ് GSTR 11. ഡ്യൂ ഡേറ്റ് മന്ത്ലിയാണ്. ഒരു മന്ത് കഴിഞ്ഞ് അടുത്ത മാസം 28th കൂടിയാണ് ഫയൽ ചെയ്യേണ്ടത്. ഡീറ്റെയിൽസ് ഓഫ് ഇൻവേർഡ് സപ്ലൈസ് ടു ബി ഫർണിഷ്ഡ് ബൈ പേഴ്സൺ ഹാവിംഗ് UIN ആൻഡ് ക്ലെയിമിംഗ് റീഫണ്ട്. എത്ര എമൗണ്ട് ഗുഡ്സ് ആണ് വാങ്ങിയത്, ഗുഡ്സ് വാങ്ങുമ്പോൾ എത്ര എമൗണ്ട് ആണ് ടാക്സ് റീഫണ്ട് ആയി ITC ആയി കിട്ടാറുള്ളത്, ആ ഡീറ്റെയിൽസ് മന്ത്ലി ഈ മന്ത് കഴിഞ്ഞ് വിത്തിൻ 28th കൂടി ഞാൻ ഫർണിഷ് ചെയ്യണം. ഈ കൺസെപ്റ്റ് ആണ് GSTR 11 കൺസെപ്റ്റ്. GSTR 11. ഓക്കെ അല്ലേ? ഇനി ഓരോ പോയിന്റ് ഡീറ്റെയിൽ പഠിക്കുമ്പോൾ ഡീറ്റെയിലായി പറയുമ്പോൾ ജസ്റ്റ് GSTR 1 എന്തായിരുന്നു? ഫർണിഷിംഗ് ഡീറ്റെയിൽസ് ഓഫ് ഔട്ട്വേർഡ് സപ്ലൈ. നോർമലി ഒരു രജിസ്റ്റേർഡ് പാർട്ടി സെയിൽ ചെയ്യുമ്പോൾ ആ സെയിൽ ഡീറ്റെയിൽസും അതുപോലെ എത്ര രൂപയാണ് ടാക്സ് എമൗണ്ട് കളക്ട് ചെയ്യുന്ന ആ ഡീറ്റെയിൽസും ഫർണിഷ് ചെയ്യേണ്ട ഫോമാണ് GSTR 1. ഡ്യൂ ഡേറ്റ് ആൻഡ് 10th ഓഫ് ദി ഫോളോയിങ് മന്ത് ആണ് ഡ്യൂ ഡേറ്റ് വരുന്നത്. ഇനി ഏതെല്ലാം പാർട്ടിക്കാണ് GSTR 1 ഫയലിംഗ് റിക്വയർമെന്റ് വേണ്ടാത്തത്? കാരണം ഞാൻ പിന്നെയും പറഞ്ഞു, എല്ലാ പാർട്ടി മാറുമ്പോൾ, ഇപ്പൊ എക്സാമ്പിൾ NRI ആണെങ്കിൽ GSTR 5 ആണ്, 1 വേണ്ട. ISD ആണെങ്കിൽ GSTR 6 ആണ്. TDS പാർട്ടി GSTR 7 ആണ്. TCS GSTR 8 ആണ്. പാർട്ടി മാറുമ്പോൾ അവരെ ഫയലിംഗിന്റെ ഫോം മാറും. ഇവിടെ പറയുന്നത് ഏതെല്ലാം പാർട്ടിക്കാണ് GSTR 1 വേണ്ടാത്ത ആലോചിച്ചാൽ മതി. എനിക്ക് വേണ്ടി ഒന്ന് ISD ആണെങ്കിൽ അവരുടെ ഫോം 6 ആണ്, 1 അല്ല. NRI അവരുടെ ഫോം 5 ആണ്, 1 അല്ല. പേഴ്സൺ പേയിങ് ടാക്സ് അണ്ടർ പോർഷൻ കോമ്പോസിഷൻ മീൻ GSTR 4 ആണ്, 1 വേണ്ട. TDS പാർട്ടി, TCS പാർട്ടി, ലാസ്റ്റ് വൺ OIDAR പാർട്ടി, പാർട്ടി. ഈ പാർട്ടി അല്ലാത്ത മറ്റുള്ള പാർട്ടിക്കാണ് GSTR 1 വേണ്ടത്. റിവൈൻഡ് ചെയ്യാം. A return of outward supplies under this section should be furnished by every registered taxable person except for the following person, namely ISD, NRI, composition taxable per composition levy ആണെങ്കിൽ അവരുടെ ഫോമാണ് GSTR 4 ആണ്. TDS പാർട്ടി, TCS പാർട്ടി, last one OIDAR mean online information and data access or retrieval service. ഇങ്ങനെ ചെയ്യുന്ന പാർട്ടി ആണെങ്കിൽ അവർക്ക് എന്തുവാണ് GSTR 1 വേണ്ട. ഇനി ശ്രദ്ധിക്കട്ടെ, ശ്രദ്ധിക്കുക. പിന്നെ പറയുന്ന ഏരിയ GSTR 1 ഡ്യൂ ഡേറ്റ് എന്ന GSTR 1 ഡ്യൂ ഡേറ്റ് ഒരു മന്ത് കഴിഞ്ഞാൽ അടുത്ത മാസം 10th തീയതി. ഞാൻ GSTR 1 10th തീയതി ഫർണിഷ് ചെയ്യണം. 10th തീയതി കഴിഞ്ഞിട്ടാണ് ഫർണിഷ് ചെയ്യുന്നതെങ്കിൽ ഡിലേ വന്നു. അങ്ങനെ ഡിലേ വന്നു കഴിഞ്ഞാൽ എനിക്ക് 100 രൂപ, എനിക്ക് 100 rupees പെനാൽറ്റി വരും. അപ് ടു മാക്സിമം ഓഫ് 5000. എക്സാമ്പിൾ ജനുവരി മന്തിന്റെ GSTR 1 ഫയലിംഗ് ഡ്യൂ ഡേറ്റ് ആണ് 10th ഫെബ്രുവരിയാണ്. ഞാൻ കറസ്പോണ്ടിങ് ഫർണിഷ് ചെയ്യുമ്പോൾ 50 ദിവസം കഴിഞ്ഞിട്ടാണ് ഫർണിഷ് ചെയ്യുന്നതെങ്കിൽ നമ്പർ ഓഫ് ഡിലേ മോർ ദാൻ 50 ആയി. മോർ ദാൻ 50 ആണെങ്കിൽ മാക്സിമം പെനാൽറ്റി ആണ് 5000 rupees ആണ് പെനാൽറ്റി. പിന്നെ പറയുന്നത് ഗുഡ്സ് വിൽക്കുമ്പോൾ, ഞാൻ രജിസ്റ്റേർഡ് പാർട്ടിയാണ്. വിൽക്കുമ്പോൾ വാങ്ങുന്ന പാർട്ടിയും രജിസ്റ്റേർഡ് പാർട്ടിയാണെങ്കിൽ കൺസെപ്റ്റ് ആണ് B2B മീൻ ബിസിനസ് ടു ബിസിനസ് പറയും. വാങ്ങുന്ന പാർട്ടിയും വിൽക്കുന്ന പാർട്ടിയും രജിസ്റ്റേർഡ് പാർട്ടിയാണെങ്കിൽ കൺസെപ്റ്റ് ആണ് B2B ട്രാൻസാക്ഷൻ എന്ന് പറയും. ഓക്കെ, ഇതാണ് ഡീറ്റെയിൽസ് ഓഫ് GSTR 1.
നെക്സ്റ്റ് വൺ GSTR2 പറയുമ്പോൾ GSTR2 മീൻ നിങ്ങൾ പഠിക്കുമ്പോൾ ഞാൻ ഓൾറെഡി പറഞ്ഞു പഠിക്കുമ്പോൾ ജനുവരി മന്ത് മുതൽ GSTR2 പറയുമ്പോൾ ജനുവരി 1-ാം തീയതി മുതൽ ജനുവരി 31-ാം തീയതി വരെ പർച്ചേസ് ചെയ്യുമ്പോൾ ഞാൻ ഫർണിഷ് ചെയ്യുന്ന ഫോമാണ് GSTR2 എന്ന് പറയും. പക്ഷെ പ്രാക്ടിക്കലി GSTR2 നിങ്ങൾ ഫയൽ ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം എക്സാമ്പിൾ ഞാൻ VKC കമ്പനിയിൽ നിന്നാണ് ഗുഡ്സ് വാങ്ങുന്നത്. അസ്യൂം ചെയ്യാം ഞാൻ ഗുഡ്സ് വാങ്ങുന്ന VKC കമ്പനിയിൽ നിന്നാണ് ഗുഡ്സ് വാങ്ങുന്നത്. അങ്ങനെ VKC കമ്പനിയിൽ നിന്നും ഗുഡ്സ് വാങ്ങുമ്പോൾ എന്റെ പേരാണ് ബയർ, സെല്ലർ ആരാണ്? VKC കമ്പനി. അങ്ങനെ സെല്ലറായ പാർട്ടി ഒരു മന്ത് കഴിഞ്ഞാൽ അടുത്ത മാസം VKC കമ്പനി എനിക്ക് വിറ്റ ഗുഡ്സ് സെയിൽസ് ആയി കാണിക്കും. നിർബന്ധമാണ്. VKC കമ്പനി ആണെങ്കിൽ അവർക്ക് സെയിൽസ് ആണെങ്കിൽ എനിക്ക് പർച്ചേസ്, ഞാനാണ് വാങ്ങുന്നത്, വിൽക്കുന്ന ആരാണ്? VKC ആണ്. VKC എന്ത് ചെയ്യും? ഇന്ന പാളുടെ GST നമ്പർ പ്രകാരം സെയിൽസ് കാണിക്കും. VKC നമ്പർ സെയിൽസ് കാണിച്ചാൽ എന്റെ GST നമ്പർ പ്രകാരം അത് ഓട്ടോ പോപ്പുലേറ്റഡ് ആയിട്ട് എന്റെ GST നോക്കുമ്പോൾ എന്റെ പർച്ചേസ് ആയി കാണും. ലോജിക് എന്താ? സെല്ലറായ പാർട്ടി സെയിൽസ് കാണിക്കുമ്പോൾ VKC കമ്പനി സെയിൽസ് കാണിച്ചു, അത് വാങ്ങുന്ന പാർട്ടി മേ ബി ഞാനായിരിക്കാം. അങ്ങനെ എന്റെ GST നമ്പർ നോക്കുമ്പോൾ എന്റെ GST നമ്പറിൽ ഈ ഡീറ്റെയിൽസ് ഓട്ടോമാറ്റിക് വന്നിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങൾ GSTR2 ചെയ്യേണ്ട ആവശ്യമില്ല. GSTR2 ഫയലിംഗ് ഡ്യൂ ഡേറ്റ് ആണ് 15th of the succeeding month. ഓക്കെ, നെക്സ്റ്റ് വൺ GSTR3B. GSTR3B മീൻ ശ്രദ്ധിക്കുക, പ്രാക്ടിക്കലി പഠിക്കുമ്പോൾ വേറെ, പ്രാക്ടിക്കലി ഒരു രജിസ്റ്റേർഡ് പാർട്ടി, നോർമൽ രജിസ്റ്റേർഡ് പാർട്ടി ആണെങ്കിൽ GSTR1-ഉം GSTR3Bയും ചെയ്യുള്ളൂ. ആ GSTR2 GSTR3 പഠിക്കാനുണ്ട്, പ്രാക്ടിക്കലി ഇല്ല. GSTR3B മീൻ GSTR3ക്ക് പകരമായിട്ട്, ടാക്സ് അടക്കുന്നതിന് പകരമായിട്ട് വരുന്ന ഫോമാണ് GSTR3B. സിംപ്ലിഫൈഡ് ഫോം ആണ്. ഞാൻ നോർമലി ഒരു രജിസ്റ്റേർഡ് പാർട്ടി ടാക്സ് അടക്കാനുണ്ടെങ്കിൽ തിയറി പഠിക്കുമ്പോൾ GSTR3 എന്ന് പറഞ്ഞിരുന്നു. GSTR3 പേയ്മെന്റ് ഓഫ് ടാക്സ്. GSTR3 അല്ല, GSTR3B ആണ് പേയ്മെന്റ് ഓഫ് ടാക്സ് ആയിട്ട് വരുന്നത്. രജിസ്റ്റേർഡ് പാർട്ടി ടാക്സ് അടക്കാനുണ്ടെങ്കിൽ ടാക്സ് അടക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഫോമാണ് GSTR3B കൺസെപ്റ്റ്. നോക്കാം വേർഡൊക്കെ. GSTR3B is a monthly self-declaration that has to be filed a registered dealer from July up to March. Tax liability GSTR3 must be paid by last day of filing GSTR3B that month. Due date പറയുമ്പോൾ GSTR3B due date ആണ്. GSTR3B due date ആണ് 20th of the next month. GSTR3B due date ആണ് 20th of the next month. പിന്നെ ഇവിടെ പറയുന്നത് ഫോളോയിങ് പാർട്ടി പേയ്മെന്റ് GST പേയ്മെന്റ് അടക്കാനുണ്ടെങ്കിൽ നോർമലി ഉപയോഗിക്കുന്ന ഫോമാണ് GSTR3B. ഇനി താഴെ പറയുന്ന പാർട്ടി ആണെങ്കിൽ ഒന്ന് ISD, രണ്ടാമത് കോമ്പോസിഷൻ ഡീലർ, മൂന്നാമത് OIDR, നാലാമത് നോൺ റെസിഡന്റ് ടാക്സബിൾ പേഴ്സൺ. ഈ പാർട്ടി ആണെങ്കിൽ ടാക്സ് അടക്കുമ്പോൾ GSTR3B ഉപയോഗിക്കാൻ പാടില്ല. എക്സാമ്പിൾ ISD ആണെങ്കിൽ ഉപയോഗിക്കേണ്ട ഫോം GSTR ഏതാണ്? 6 ആണ്. കോമ്പോസിഷൻ GSTR4 ആണ്. OIDR GSTR9 വരും. കറസ്പോണ്ടിങ് NRI ആണ് GSTR5. അവർക്ക് GSTR3B അപ്ലൈ ചെയ്യാൻ പാടില്ല. ഇനി ശ്രദ്ധിക്കട്ടെ, നെക്സ്റ്റ് നോക്കാം.
ഞാൻ റിട്ടേൺ ഏരിയ GST റിട്ടേൺ പറഞ്ഞപ്പോ GSTR4 പറഞ്ഞു. GSTR4 എന്തായിരുന്നു? ഒരു കോമ്പോസിഷൻ ടാക്സബിൾ പേഴ്സൺ, ഒരു കോമ്പോസിഷൻ ടാക്സബിൾ പേഴ്സൺ ആണെങ്കിൽ ആ പാർട്ടി ക്വാർട്ടർലി ടാക്സ് അടക്കാൻ വേണ്ടി ഉപയോഗിക്കേണ്ട ഫോമാണ് GSTR4 ആണ്. ഡ്യൂ ഡേറ്റ് ആണ് 18th ഓഫ് ദി സക്സീഡിങ് മന്ത്. അവിടെ പഠിക്കുമ്പോൾ GSTR4 എന്ന് പറയും. പക്ഷെ അമെൻമെന്റ് പ്രകാരം ഒരു കോമ്പോസിഷൻ പാർട്ടി നോക്കുക, ഒരു സെക്ഷൻ നമ്പർ 10 പ്രകാരമുള്ള കോമ്പോസിഷൻ പാർട്ടി ആണെങ്കിൽ അവര് ക്വാർട്ടർലി ടാക്സ് അടക്കാൻ വേണ്ടി ഉപയോഗിക്കേണ്ട ഫോമിന്റെ പേരാണ് GST CMP 08 ഫോമാണ്. ക്വാർട്ടർലി ടാക്സ് അടക്കാൻ ഉപയോഗിക്കേണ്ടത്. സെയിം ഡ്യൂ ഡേറ്റ്. അത് കഴിഞ്ഞാൽ ഒരു വർഷം കഴിഞ്ഞാൽ ഫോർ എക്സാമ്പിൾ ഏപ്രിൽ 1-ാം തീയതി മുതൽ മാർച്ച് വരെയാണെങ്കിൽ ആ വർഷം കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ, ആ ഇയർ കംപ്ലീറ്റ് ആയി വിത്തിൻ 13th ഏപ്രിലോട് കൂടി ഫർണിഷ് ചെയ്യേണ്ട ഫോമാണ് GSTR4. റിവൈൻഡ് ചെയ്യാം. ഒരു കോമ്പോസിഷൻ ടാക്സബിൾ പാർട്ടിയാണ്. കോമ്പോസിഷൻ ടാക്സബിൾ പാർട്ടി ആണെങ്കിൽ നോർമലി മുന്നേ തിയറി പറഞ്ഞപ്പോ GSTR4 എന്ന് പറഞ്ഞു. GSTR4 തന്നെയാണ്. പക്ഷെ മാറ്റം വരുന്നത് അവര് GSTR4 ഫോം ഉപയോഗിക്കേണ്ടത് ക്വാർട്ടർലി അല്ല, മന്ത്ലി ഇയർലി ആണ്. ഇയർലി മീൻ ഏപ്രിൽ മുതൽ മാർച്ച് വരെ ഉള്ള ടൈമിന്റെ ടോട്ടൽ പർച്ചേസിന്റെയും ടോട്ടൽ സെയിൽസിന്റെയും ഡീറ്റെയിൽസ് ഫർണിഷ് ചെയ്യുവാൻ വേണ്ടി ഉപയോഗിക്കേണ്ട ഫോമാണ് GSTR4. ഡ്യൂ ഡേറ്റ് ആണ് 13th ഏപ്രിൽ ആണ്. ഈ സെയിം കോമ്പോസിഷൻ പാർട്ടി ടാക്സ് അടക്കാൻ വേണ്ടി ഉപയോഗിക്കേണ്ട ഫോമാണ് GST CMP 08 ഫോമാണ്. ഇതാണ് കൺസെപ്റ്റ്. നോക്കാം. എ സ്പെഷ്യൽ പ്രൊസീജിയർ ഫോർ ഫർണിഷിംഗ് return and payment of tax has been prescribed for the following person. On the registered person paying composition tax, registered person paying tax by availing benefit of രണ്ട് composition ആണ്. അങ്ങനെയാണെങ്കിൽ furnish a statement in the prescribed form number GST CMP 8 containing details of payment of self-assessed tax every quarter by 18th day of succeeding month. ഇതാണ് കൺസെപ്റ്റ്. ഓക്കെ. ഇനി നെക്സ്റ്റ് വൺ ഫസ്റ്റ് റിട്ടേൺ മീൻ ശ്രദ്ധിക്കട്ടോ. ഫസ്റ്റ് റിട്ടേൺ ഞാൻ കുറച്ചു മുന്നേ റിവൈസ്ഡ് ടാക്സ് ഇൻവോയ്സ് പറഞ്ഞിരുന്നു. കൺസെപ്റ്റ് ഓർമ്മ. റിവൈസ്ഡ് ടാക്സ് ഇൻവോയ്സ് എന്തായിരുന്നു? ഓൾറെഡി ബിക്കേം ലയബിൾ. നിങ്ങൾ ഏപ്രിൽ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യും. ഡിസംബർ ആകുന്നതോട് കൂടി ടേൺ ഓവർ 40 ലക്ഷം ക്രോസ് ചെയ്തു. നെക്സ്റ്റ് ഡേ കൺസെപ്റ്റ് ആണ് ബിക്കേം ലയബിൾ. ടു ബി ലയബിൾ ബിക്കേം ലയബിൾ ആണ്. ബിക്കേം ലയബിൾ ആയ ഡേറ്റ് കഴിഞ്ഞ് വിത്തിൻ 30 days കൊണ്ട് നിങ്ങൾ REG1 അപ്ലൈ ചെയ്യണം എന്നൊക്കെ പറഞ്ഞിരുന്നു. ഇനി ഞാൻ അവിടെ കറക്റ്റായ ഡേറ്റ് പറഞ്ഞിരുന്നു. 1/1/2021 മുതൽ 27th ജനുവരി വരെ ഗുഡ്സ് വിൽക്കുമ്പോൾ ടാക്സ് എമൗണ്ട് വാങ്ങുന്നുണ്ട്. പക്ഷെ GST നമ്പർ ഇല്ല എന്ന് പറഞ്ഞു. GST നമ്പർ ഇല്ല. അങ്ങനെ ആ ടൈമിൽ ജനുവരി 1-ാം തീയതി മുതൽ ജനുവരി 27th വരെ GST നമ്പർ ഇല്ല. പക്ഷെ ഗുഡ്സ് വിൽക്കുമ്പോൾ ടാക്സ് എമൗണ്ട് വാങ്ങുന്നുണ്ട്. ആ ടൈമിൽ എത്ര രൂപയുടെ സെയിൽസ് ആണ് ഞാൻ നടത്തിയത്, എത്ര രൂപയുടെ ടാക്സ് എമൗണ്ട് ആണ് ഞാൻ വാങ്ങിയത്, ആ ഡീറ്റെയിൽസ് ഫർണിഷ് ചെയ്യേണ്ട ഫോമാണ് ഫസ്റ്റ് റിട്ടേൺ. കറക്റ്റായിട്ട് വേർഡ് സിമ്പിളായി പറയുകയാണെങ്കിൽ ഒറിജിനൽ ഇൻവോയ്സ് കൊടുക്കും. ഒറിജിനൽ ടാക്സ് ഇൻവോയ്സ് കൊടുക്കുമ്പോൾ അതിൽ എന്തെങ്കിലും GST നമ്പർ ഉണ്ടാവില്ല. ആ GST നമ്പർ ഇല്ലാത്ത എത്ര രൂപയുടെ സെയിൽസ് ആണ് ചെയ്ത്, എത്ര രൂപയാണ് ടാക്സ് എമൗണ്ട് വാങ്ങിയത്, ആ ഡീറ്റെയിൽസ്
ഫർണിഷ് ചെയ്യേണ്ട ഫോമാണ് ഫസ്റ്റ് റിട്ടേൺ. എടുക്കുക, എവരി രജിസ്റ്റേർഡ് പേഴ്സൺ who has made outward supplies in the period between date on which he became liable to registration till the date on which registration has been granted shall declare same in the first return furnished by him after grant of registration. GST number കിട്ടി. To be liable ആകുന്ന ഡേറ്റ് മുതൽ GST രജിസ്ട്രേഷൻ നമ്പർ കിട്ടുന്നത് വരെയുള്ള സെയിൽസിന്റെ ഡീറ്റെയിൽസ് ഫർണിഷ് ചെയ്യേണ്ട ഫോമാണ് ഫസ്റ്റ് റിട്ടേൺ കൺസെപ്റ്റ്. ലാസ്റ്റ് ഏരിയ. നെക്സ്റ്റ് വൺ ആനുവൽ റിട്ടേൺ. ആനുവൽ റിട്ടേൺ ആണ് ഇത്. ആനുവൽ റിട്ടേൺ. ഓക്കെ, നെക്സ്റ്റ് വൺ ആനുവൽ റിട്ടേൺ മീൻ. ആനുവൽ റിട്ടേൺ മീൻ എന്താണ്? GSTR 9. ആനുവൽ റിട്ടേൺ മീൻ GSTR 9 ആണ്. ഒരു ഫിനാൻഷ്യൽ ഇയർ കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ 1/4/2020 മുതൽ 31/3/2021 ഈ ടൈമിൽ ടോട്ടലി നടത്തിയ സെയിൽസിന്റെയും പർച്ചേസിന്റെയും ഡീറ്റെയിൽസ് ഫർണിഷ് ചെയ്യുവാനുള്ള ഫോമാണ് GSTR 9. മുകളിൽ പറഞ്ഞിരുന്നു ആനുവൽ റിട്ടേൺ. അവിടെ കറക്റ്റ് ആയിട്ട് ഏതെല്ലാം പാർട്ടിക്കാണ് ഫയൽ ചെയ്യാണ്ട റിക്വയർമെന്റ് വരാത്ത. ഒന്ന് ISD, രണ്ടാമത് TDS പാർട്ടി, മൂന്നാമത് TCS പാർട്ടി. TDS പാർട്ടി രണ്ടാമത് കറസ്പോണ്ട് വരുന്ന TCS പാർട്ടി, കാഷ്വൽ ടാക്സബിൾ പേഴ്സൺ NRI. ഈ 5 പാർട്ടി അല്ലാത്ത മറ്റുള്ള എവരി പാർട്ടി ഒരു ഫിനാൻഷ്യൽ ഇയർ കഴിഞ്ഞാൽ അടുത്ത ഫിനാൻഷ്യൽ ഇയറിന്റെ 31 കൂടി ഫർണിഷ് ചെയ്യേണ്ട ഫോമാണ് ആനുവൽ റിട്ടേൺ. കൺസെപ്റ്റ് ആണ് GSTR 9 എന്ന കൺസെപ്റ്റ്. ഇനി ശ്രദ്ധിക്കുക, ഇന്നലെ പറഞ്ഞു നോക്കാം. ഓൾറെഡി GSTR ഒരു കോമ്പോസിഷൻ ടാക്സ് സ്കീം. കോമ്പോസിഷൻ മീൻ ഒരു കോമ്പോസിഷൻ ടാക്സബിൾ പേഴ്സൺ ആണെങ്കിൽ ഫയൽ ചെയ്യുന്ന ഫോമാണ് GSTR 4. മുന്നേ പറഞ്ഞു. ഈ കോമ്പോസിഷൻ ടാക്സബിൾ പേഴ്സൺ ആണെങ്കിൽ അവര് ആനുവലി GSTR 9 ചെയ്യുമ്പോൾ 9A ഫോമാണ് ഉപയോഗിക്കേണ്ടത്. GSTR 9A ഫോമാണ് ഉപയോഗിക്കേണ്ടത്. 9A ഫോം ഒരു കോമ്പോസിഷൻ പാർട്ടി കോമ്പോസിഷൻ സ്കീമാണ്. ഡ്യൂ ഡേറ്റ് ഓഫ് ഫർണിഷ് 31. നോർമലി കോമ്പോസിഷൻ ടാക്സബിൾ പാർട്ടി ആണെങ്കിൽ അവർ മന്ത്ലി ക്വാർട്ടർ റിട്ടേൺ ആണ്. GSTR 4 പറഞ്ഞു. അമെന്റ്മെന്റ് വേറെ പറഞ്ഞു. CMP 08 വേറെ പറഞ്ഞെങ്കിലും ഈ പാർട്ടി ഇയർലി ആനുവലി ഫയൽ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കേണ്ട ഫോമാണ് GSTR 9A ഫോമാണ്. GSTR 9A ഫോമാണ്. ഡീറ്റെയിൽ പറഞ്ഞു. However, this provision not applicable for പറഞ്ഞ പോലെ ഒന്ന് ISD, രണ്ടാമത് TDS പാർട്ടി, TCS പാർട്ടി, കാഷ്വൽ ടാക്സബിൾ പേഴ്സൺ NRI അവർക്ക് വേണ്ട. ഓക്കെ, ഇനി രണ്ടാമത്തെ ഇന്നലെ പറഞ്ഞപ്പോ കമ്പൽസറി ഓഡിറ്റ് ഉദ്ദേശിച്ച് കഴിഞ്ഞാൽ ഞാൻ GST ആക്ട് പ്രകാരം രജിസ്റ്റേർഡ് പാർട്ടിയാണ്. എന്റെ ടേൺ ഓവർ 2020-21 ടേൺ ഓവർ 5 കോടിയിൽ മുകളിലാണെങ്കിൽ ടാക്സ് ഓഡിറ്റ് വരും. കമ്പൽസറി ഓഡിറ്റ് വരുന്ന പാർട്ടി ആണെങ്കിൽ ആ പാർട്ടി 2020-21 ഫിനാൻഷ്യൽ ഇയർ കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ ഫർണിഷ് ചെയ്യേണ്ട ആനുവൽ റിട്ടേണിന്റെ പേരാണ് GSTR 9B. 3 ഫോമാണ് പറയുന്നത്. 3 ഫോം. നോർമലി GSTR 9, രണ്ടാമത് GSTR 9A. 9A ആർക്കാണ്? കോമ്പോസിഷൻ ടാക്സബിൾ പേഴ്സൺ. മൂന്നാം GSTR 9B ആർക്കാണ്? GSTR 9B മീൻ ഒരു പാർട്ടി രജിസ്റ്റേർഡ് പാർട്ടിയാണ്. ആ പാർട്ടിയുടെ ടേൺ ഓവർ 5 കോടിയിൽ മുകളിലാണെങ്കിൽ ടാക്സ് ഓഡിറ്റ് വരും. ടാക്സ് ഓഡിറ്റ് വരുന്ന പാർട്ടി ആണെങ്കിൽ ആ പാർട്ടി ആനുവലി ഇയർലി ഫർണിഷ് ചെയ്യേണ്ട ഫോമാണ് GSTR 9B കൺസെപ്റ്റ്.
ഇനി ലാസ്റ്റ് ഏരിയ റിവിഷൻ ഓഫ് റിട്ടേൺ. റിവിഷൻ ഓഫ് റിട്ടേൺ മീൻസ് റിവിഷൻ ഓഫ് റിട്ടേൺ. എക്സാമ്പിൾ ജനുവരി 1-ാം തീയതി മുതൽ ജനുവരി 31-ാം തീയതി വരെ ഞാൻ സെയിൽ ചെയ്തപ്പോ GSTR 1 ഫയൽ ചെയ്യും. 1-ൽ മിസ്റ്റേക്ക് വന്നു. മിസ്റ്റേക്ക് വരാം. നിങ്ങൾ ആക്ച്വലി കാണിക്കേണ്ട സെയിൽസ് 1000 ആയിരുന്നു, കൂടിപ്പോയി. നിങ്ങൾ എന്ത് ചെയ്യും? 10,000 കാണിച്ചു. അല്ലെങ്കിൽ ഏതെങ്കിലും സെയിൽസ് ബില്ല് കാണിക്കാൻ വിട്ടുപോയി, മിസ്റ്റേക്ക് വരാം. ഏതെങ്കിലും പർച്ചേസ് ബില്ല് കാണിക്കാൻ വിട്ടുപോയി, മിസ്റ്റേക്ക് വരാം. അങ്ങനെ ഏതെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ ഓൾറെഡി GSTR 1 GSTR 2 ഏതെങ്കിലും റിട്ടേൺ GST പ്രകാരമുള്ള റിട്ടേൺ 11 റിട്ടേൺ ആണ്, റിട്ടേൺ ഫയൽ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഈ മിസ്റ്റേക്ക് കറക്ഷൻ വരുത്താനുള്ള ഓപ്ഷൻസ് ഇല്ല. നിങ്ങൾ ജനുവരി മാസത്തിൽ ഏതെങ്കിലും സെയിൽസ് കാണിക്കാൻ വിട്ടുപോയി കഴിഞ്ഞാൽ ആ ജനുവരി മന്തിൽ പിന്നെ റിട്ടേൺ ഫയൽ ചെയ്തതിൽ ഓൾറെഡി ഫയലിലായി, പിന്നെ മാറ്റാനുള്ള ഓപ്ഷൻസ് ഇല്ല. ഓൾറെഡി അത് ഫയലിലാണ്, വേറെ മാറ്റാനുള്ള ഓപ്ഷൻസ് ഇല്ല. പിന്നെ വരുന്ന ഓപ്ഷൻ ജനുവരി മന്തിൽ നിങ്ങൾ ഫയൽ ചെയ്തു, അതിൽ മിസ്റ്റേക്ക് ഉണ്ട്. അടുത്ത മാസം ഫെബ്രുവരി മാസം ഫെബ്രുവരി 1-ാം തീയതി മുതൽ ഫെബ്രുവരി 28-ാം തീയതി വരെ സെയിൽ ചെയ്യും, പർച്ചേസ് ചെയ്യും. അതിന്റെ ഡീറ്റെയിൽസ് മാർച്ചിൽ കാണിക്കും. മാർച്ചിൽ കാണിക്കുമ്പോൾ അവിടെ ചോദിക്കുന്നുണ്ട് തൊട്ട് മുന്നേയുള്ള ഏതെങ്കിലും മന്തിൽ ഏതെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ അടുത്ത മാസം ജനുവരി അല്ല ഫെബ്രുവരി മാസത്തിൽ ആ മിസ്റ്റേക്ക് റെക്ടിഫിക്കേഷൻ ചെയ്യുവാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. റിവൈൻഡ് ചെയ്യാം. ഒരു മന്തിൽ ഏതെങ്കിലും മിസ്റ്റേക്ക് വന്നു കഴിഞ്ഞാൽ ആ മിസ്റ്റേക്ക് ആ മന്തിൽ റെക്ടിഫൈ ചെയ്യുവാനോ കറക്ഷൻ ചെയ്യുവാനോ ഓപ്ഷൻസ് ഇല്ല. പിന്നെ ഓപ്ഷൻ വരുന്ന ആ മന്ത് കഴിഞ്ഞു, അടുത്ത മാസം സ്റ്റാർട്ട് ആവും. അടുത്ത മന്ത് കഴിഞ്ഞ് നിങ്ങൾ റിട്ടേൺ ഫയൽ ചെയ്യുമ്പോൾ അവിടെ കറക്റ്റ് ആയിട്ട് വേർഡ് ഉണ്ട്, തൊട്ട് മുന്നേയുള്ള ഏതെങ്കിലും മന്തിൽ ഏതെങ്കിലും മിസ്റ്റേക്കോ ഒമിഷനോ ഉണ്ടെങ്കിൽ അത് റിവേഴ്സ് ചെയ്യുവാൻ റെക്ടിഫിക്കേഷൻ ചെയ്യുവാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. ഇതാണ് റിവിഷൻ ഓഫ് റിട്ടേൺ കൺസെപ്റ്റ്. ഡൗട്ട് ഉള്ളവർ പറയാം. ഇതാണ് റിട്ടേൺ ചാപ്റ്റർ. ഡൗട്ട് ഉള്ളവർ കൺഫേം ചെയ്യും. ഏതെങ്കിലും പോയിന്റ് ഡൗട്ട് ഉണ്ടെങ്കിൽ. ചാപ്റ്റർ ഓക്കേനാ? കൺഫേം ചാപ്റ്റർ ഓക്കേനാ? ഹലോ, ഒന്ന് റിപ്ലൈ തരട്ടാ. റിപ്ലൈ തരാം. ഓക്കേനാ? ഓക്കെ. അങ്ങനെയാണെങ്കിൽ ഞാൻ ടുഡേ വൈൻഡപ്പ് ചെയ്യാൻ ആള് ഇല്ല. ടുഡേ വൈൻഡപ്പ് ചെയ്യാണ്. ഞാൻ എടുക്കാൻ വാർത്ത ദർശനം വേറെ ഓപ്ഷൻസ് ഇല്ല. ടുഡേ ഞാൻ വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ, നെക്സ്റ്റ് ക്ലാസ് ഞാൻ ഓൾറെഡി പറയുന്നു, പിള്ളേർ വന്നിട്ട് എടുക്കട്ടെ, വേറെ ഓപ്ഷൻസ് ഇല്ല.